السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ അടുത്ത ഹദീസ് സുന്നത്തിൽ യോജിച്ചു നിൽക്കണം, അതുപോലെ തന്നെ തഫറുഖും ഇഖ്തിലാഫും ഉണ്ടാകരുത്, ബിദ്അത്തുകളെ ഒഴിവാക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊടുത്തിട്ടുള്ള ബാബിലെ അടുത്ത ഹദീസ് وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال بدأ الإسلام غريبا وسيعود غريبا كما بدأ فطوبى للغرباء رواه مسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് കാണാം, ബദ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത് ഗരീബായിക്കൊണ്ടാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ അപരിചിതൻ, അഥവാ ഒരു നാട്ടിലല്ലാത്ത ഒരാൾ ആ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? അവൻ ഗരീബാണ്, അപരിചിതനാണ്. അതിനാണ് ഗരീബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം ആരംഭിച്ചത് ഗരീബായിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ ആളുകൾക്കിടയിൽ വളരെ അപരിചിതത്വം നിറഞ്ഞ, ആളുകൾക്ക് അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യവുമായിക്കൊണ്ടാണ് ഇസ്ലാം ആരംഭിച്ചത്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമായിക്കൊണ്ട്. നമുക്ക് കാണാം, അംർ ഇബ്നു അബ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത്, മൻ മഅക അലാ ഹാദൽ അംർ, ഈ ദീനിന്റെ വിഷയത്തിൽ നിന്റെ ഒപ്പം ആരൊക്കെയാണുള്ളത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഹുർറുൻ വഅബ്ദുൻ, എന്റെ കൂടെയുള്ളത് ഒരു സ്വതന്ത്രനും ഒരു അടിമയുമാണ്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹുമാണ് ഉള്ളത്. ആദ്യകാലത്ത് വിശ്വസിച്ച ആളുകളായിരുന്നു. അപ്പൊ ഇസ്ലാം ആരംഭിക്കുന്ന കാലത്ത് അപരിചിതത്വം നിറഞ്ഞ ആളുകൾക്ക് എന്ത് വിശ്വാസമാണ് ഇവരുടേത്, അല്ലെങ്കിൽ ഇവരുടെ കർമ്മങ്ങൾ, ഇവരുടെ സംസ്കാരം, അതെല്ലാം അപരിചിതമായിക്കൊണ്ടാണ് ആരംഭിച്ചത്. വസയഊദു ഗരീബൻ കമാ ബദഅ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലം വരും, ആ കാലത്ത് ആദ്യ സമയത്ത് ഇസ്ലാം വന്നപ്പോൾ എങ്ങനെയായിരുന്നോ അപരിചിതത്വം ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഇസ്ലാം അപരിചിതമാകുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫതൂബ ലിൽ ഗുറബാ, ആ അപരിചിതരായിക്കൊണ്ട്, അന്ന് കാലത്ത് അപരിചിതരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തൂബ എന്നുള്ളത് ആശംസ എന്നും സ്വർഗത്തിലെ ഒരു താഴ്വര അല്ലെങ്കിൽ വൃക്ഷം എന്നീ അർത്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഹദീസ് പ്രത്യേകിച്ച് ഫിത്തനകൾ അധികരിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ദീനിനെ മുറുകെ പിടിക്കുന്നവർക്ക് വളരെയധികം സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിനെ മാത്രം ഇതിന്റെ വ്യത്യസ്ത സനദുകളെയും മറ്റുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വളരെ മഹത്തായ ഒരു കിതാബുണ്ട്, കശ്ഫുൽ ഖുർബ ഫി വസ്ഫി അഹ്ലിൽ ഖുർബ എന്ന പേരിൽ. അതിൽ ഈ ഹദീസിന്റെ വ്യത്യസ്ത ആശയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം അൽ ആജൂരി റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽ ഖുറബ അല്ലെങ്കിൽ സിഫത്തുൽ ഖുറബ എന്നുള്ള പേരിൽ ഒരു കിതാബുണ്ട്, കിതാബുൽ ഖുറബ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അതിലും ഈ ഒരു ഹദീസിന്റെ ആശയത്തെയും എന്താണ് ഈ ഖുറബാക്കൾ എന്നുള്ളത് വിശദീകരിക്കുന്നതാണ്. അതിന്റെ എല്ലാം ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന, അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബികൾ മനസ്സിലാക്കിയ ആ ദീനിനെ മുറുകെ പിടിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അവർ ഒരു അപരിചിതരായി തോന്നും. അവർക്ക് മറ്റുള്ള ആളുകളും അവരുടെ ലോകത്തല്ല എന്ന നിലക്ക് തോന്നുന്ന ആ ഒരു വ്യത്യാസം അവിടെ പ്രകടമാകുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആദ്യകാലത്ത് വളരെ ചെറിയ രീതിയിൽ ഇസ്ലാമിന്റെ പ്രചാരണം ആരംഭിച്ച് പിന്നീട് അവിടുന്ന് വളർന്നു വലുതായി ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അതുപോലെ ഇസ്ലാം വളരെയധികം വ്യാപിച്ചു. അങ്ങനെ പിന്നീട് ഇസ്ലാം സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് അത് ആളുകൾക്ക് ഇസ്ലാമിന്റെ കാമ്പ് നഷ്ടപ്പെടുന്ന,
ഇസ്ലാമിന്റെ അടിസ്ഥാനം നഷ്ടപ്പെടുന്ന തൗഹീദും സുന്നത്തും മാറി ശിർക്കും ബിദ്അത്തുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള അനുസരണം മാറി മറ്റുള്ള ശുഭത്തുകളിലും ഷഹ്വത്തുകളിലും ആളുകൾ അകപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇസ്ലാം ആളുകളിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാം നീങ്ങിപ്പോയ സമയത്ത് അതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ അവരാണ് ഖുറബാക്കൾ എന്ന് പറയുന്നത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിനെ ഇതോട് ചേർത്ത് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്, അവസാന കാലഘട്ടത്തിൽ ഈ ദീനിനെ മുറുകെ പിടിക്കുന്നവർ അൽ മുതമസ്സികു ബിദീനിഹി കൽ ഖാബിദി അലൽ ജംർ ഔ അലാ ഖബത്തി ഷൗക. ദീനിനെ മുറുകെ പിടിക്കുന്നത് ഏതുപോലെയായിരിക്കും? ഒരു തീക്കനലെ പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ മുള്ളിനെ കയ്യിൽ മുറുകെ പിടിക്കുന്നത് പോലെ ആയിരിക്കും യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്നത്. അവന്റെ ചുറ്റുമുള്ളവർ പോലും അവന്റെ ശത്രുക്കളായി തീരും. അവന്റെ അയൽവാസികളാവട്ടെ, അവന്റെ സ്വന്തം മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, അവന്റെ ചുറ്റുമുള്ളവരെല്ലാം അവനെതിരായി തീരുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. ആ ഒരു അവസ്ഥ അവൻ കാണേണ്ടി വരും. അപ്പോൾ ദീനിനെ മുറുകെ പിടിക്കുന്നവർ അവരാണ് ഖുറബാക്കൾ. പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദമായി പറഞ്ഞു, മറ്റുള്ള മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം ഗരീബായിട്ടുള്ള മതമാണ്, മുസ്ലിമീങ്ങൾ ഖുറബാക്കളാണ്. അതേസമയം ഇസ്ലാമിനകത്ത് മറ്റുള്ള പിഴച്ച കക്ഷികളെ വെച്ച് നോക്കുമ്പോൾ അവിടെ അഹ്ലുസുന്ന അവർ ഖുറബാക്കളാണ്. അഹ്ലുസുന്നക്കകത്ത് ഇൽമുള്ളവർ ഖുറബാക്കളാണ്. ഇൽമിൽ ഈമാൻ സാക്ഷാത്കരിക്കുന്നവർ ഖുറബാക്കളാണ്. അങ്ങനെ ഉന്നതമായ അവസ്ഥയിൽ ഈ ആളുകൾ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഈ ദീനിനെ മുറുകെ പിടിക്കാൻ ഏറ്റവും പ്രേരകമേകുന്ന ഒരു ഹദീസാണിത്. അഥവാ ഈ ഒരു യഥാർത്ഥ അഹ്ലുസുന്നയുടെ മൻഹജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെയും പാതയിൽ. വേറെ ചില റിവായത്തിൽ, ഈ ഹദീസിന്റെ വേറെ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ആരാണ് ഈ ഖുറബാക്കൾ, ആരാണ് ഖുറബാക്കൾ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ഫസാദാകുമ്പോൾ നന്നായി ജീവിക്കുന്ന ആളുകളാണ്. വേറെ ചില റിവായത്തിൽ യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ ഫസാദാക്കിയ കാര്യത്തെ നന്നാക്കുന്നവരാണ് അവർ എന്ന് കാണാം. ജനങ്ങൾ ഈ ദീനിനെ ഫസാദാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ, ബിദ്അത്ത് കൊണ്ടും ദീനിന്റെ അടിസ്ഥാനങ്ങളെ എതിർത്തുകൊണ്ടും അള്ളാഹുവിനുള്ള അനുസരണമില്ലാതെയും അവരുടെ എല്ലാ രീതിയിലും വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഫസാദായിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ വിശ്വാസത്തെ കാത്തുസൂക്ഷിച്ച്, അതുപോലെ തന്നെ ആ അമലുകളെ കാത്തുസൂക്ഷിച്ച്, ഇസ്ലാമിന്റെ സംസ്കാരത്തെ മുറുകെ പിടിച്ച് സ്വഭാവത്തെ മുറുകെ പിടിക്കുന്നവർ അവിടെ നിർത്തിയിട്ടില്ല. മറ്റുള്ള ആളുകൾ കേടുവരുത്തിയ ഈ ദീനിനെ ഏറ്റവും നന്നാക്കിക്കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിനെ നന്നാക്കിയെടുക്കുന്ന ആളുകളുമാണ് ഈ ഖുറബാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഖുറബാക്കളാവുക എന്നുള്ളത് നമ്മൾ ഒരു തക്കല്ലുഫായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്രിമമായി കാണിച്ചു കൂട്ടേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ അറിവ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നാം ആയിത്തീരുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, തൂബ ലിൽ ഖുറബ. തൂബ എന്നുള്ള പദത്തെ സ്വർഗത്തിലെ വൃക്ഷമെന്നും അതുപോലെ തന്നെ സ്വർഗത്തിലെ താഴ്വര എന്നും, അല്ലെങ്കിൽ ഒരു സ്വർഗത്തിന്റെ പേര് തന്നെയാണ് എന്നും, അല്ലെങ്കിൽ ആശംസ എന്നുള്ള പൊതുവായ അർത്ഥമാണ് എന്നെല്ലാം ഉലമാക്കൾ പറഞ്ഞത് കാണാം. എന്തായാലും മഹത്തായ ഒരു സ്ഥാനമാണ് ആ ഖുറബാക്കൾക്ക് ഉള്ളത്. അടുത്ത ഹദീസ്, വഅൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി റവാഹുൽ ബഗ്വി ഫി ശർഹി സുന്ന വസഹഹഹു അൻ-നവവി. ഈ ഒരു ഹദീസ്, ഈ ഹദീസിന്റെ വിഷയത്തിൽ ഉലമാക്കൾ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ അർബഊന നവവി എന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കിതാബിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അത് കിതാബുൽ ഹുജ്ജ എന്നുള്ള കിതാബിൽ സഹീഹായ സനദോടുകൂടി ഉണ്ട് എന്നുള്ള നിലക്കൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹദീസ് ദുർബലമാണ്, ഇതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നതാണ് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളതും അതാണ് ശരിയായ അഭിപ്രായമായിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അർബഊന നവവിയുടെ ഷർഹായിട്ടുള്ള ഷർഹുൽ അർബഈൻ എന്നും അല്ലെങ്കിൽ ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്നുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് സഹിഹായി സനദോട് കൂടിയിട്ടുള്ളതല്ല. എന്നാൽ ഇതിന്റെ മഅന, ഇതിന്റെ ആശയം സഹിഹായി അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും വേറെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസം പൂർത്തീകരിക്കുകയില്ല. ഹത്താ യകൂന ഹവാഹു, ഏതുവരെ? അവന്റെ ഹവ, അവന്റെ ഇച്ഛ എന്താകുന്നത് വരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി,
ഞാൻ കൊണ്ടുവന്നതിനോട് പിൻപറ്റുന്നത് വരെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദീനാണോ ഏതൊരു ആശയമാണോ മുന്നോട്ട് വെക്കുന്നത് അതിനെ പിൻപറ്റുന്നത് വരെ അവന്റെ ഇച്ഛ എന്തായിരിക്കണം? അതായിരിക്കണം. ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അതായിരിക്കണം അവന്റെ തീരുമാനം. ആ നിലക്ക് ആകുന്നത് വരെ അവന്റെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്നാണ് അതിന്റെ ആശയം. ധാരാളം ആയത്തുകൾ ഖുർആനിൽ ഇതേ ആശയത്തോടു കൂടി വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, അതുപോലെ തന്നെ ധാരാളം ആയത്തുകൾ ഈ ഒരു ആശയത്തെ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കണം, പിൻപറ്റണം എന്നുള്ളത്. അടുത്ത ഹദീസ്, ഈ ഒരു ഫിത്നയിൽ അഥവാ വ്യത്യസ്ത കക്ഷികളായ ആളുകൾ തിരിയുമ്പോൾ അതിലേറ്റവും ഹക്കിന്റെ ആളുകൾ ഏതാണ് ശരിയായ പാത എന്നറിയിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ഹദീസാണ്. വഅൻഹു അയ്ളൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഅതിയന്ന അലാ ഉമ്മതി കമാ അതാ അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാർക്ക് എന്താണോ സംഭവിച്ചത്, അവരിലേക്ക് എന്താണോ വന്നെത്തിയത്, അവർക്ക് സംഭവിച്ചതുപോലെയുള്ളത് തന്നെ എന്റെ ഉമ്മത്തിനും വന്നെത്തുന്നതാണ്. അഥവാ ബനു ഇസ്രായേലുകൾ ഏറ്റവും അധികം റസൂലുകൾ നിയോഗിക്കപ്പെട്ട, അതുപോലെ തന്നെ കിതാബ് ഇറക്കപ്പെട്ട ധാരാളം നിഅമത്തുകൾ അള്ളാഹു ഇന്ന് ലാഹിറായിട്ടും ബാത്തിനായിട്ടും അഥവാ ഭൗതികമായിട്ടും ദീനിയായിട്ടുമുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചൊരു സമൂഹമാണ് ബനു ഇസ്രായേലുകൾ. ഖുർആനിൽ ഏറ്റവും അധികം പരാമർശിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. അവർക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിനും സംഭവിക്കാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഹദ്വൻ നഅലി ബിന്നഅൽ, ഒരു ചെരുപ്പ് മറ്റൊരു ചെരുപ്പിനോട് സാമ്യത തോന്നുന്നത് പോലെ, ഒരു ചെരുപ്പ് മറ്റൊരു ചെരുപ്പിനോട് എങ്ങനെയാണോ അതുപോലെ എന്തുണ്ടാകും, ഈ ഉമ്മത്തിന് ബനു ഇസ്രായേലിക്ക് വന്നതുപോലെ വരും. അഥവാ ഒരേപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഹത്താ ഇൻ കാന ഫീഹിം മൻ അതാ ഉമ്മഹു അലാനിയ, ഏതുവരെ ഉണ്ടാകും? ഇൻ കാന ഫീഹിം, അവരിൽ ഒരാൾ അഥവാ ബനു ഇസ്രായേലുകൾ ഒരാൾ, മൻ അതാ ഉമ്മഹു, അവന്റെ ഉമ്മയുടെ അടുക്കൽ, അലാനിയത്തൻ, പ്രകടമായിക്കൊണ്ട് വ്യഭിചാരത്തിന് വേണ്ടി ചെല്ലുകയാണ് എങ്കിൽ, അതുപോലൊരു കാര്യം, അഥവാ വ്യഭിചാരം എന്നുള്ളത് മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മെഹ്റമായിട്ടുള്ള ഒരാൾ അതിലും മ്ലേച്ഛമായതാണ്. സ്വന്തം ഉമ്മയോടാണെങ്കിൽ നഊദു ബില്ലാഹ് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യം അവർ ബനു ഇസ്രായേലുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക്, അതുപോലെ ഒന്ന് ചെയ്യുന്ന ആളുകൾ എന്റെ ഉമ്മത്തിലും ഉണ്ടാകും. അഥവാ അത്രയും മ്ലേച്ഛമായ ഒരു കാര്യം അവരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലും പിൻപറ്റുന്ന ആളുകൾ എന്റെ ഉമ്മത്തിലുണ്ടാകും. അഥവാ പിൻപറ്റുന്നതിന്റെ ആധിക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നിട്ട് പറയുകയാണ്, വഇന്ന ബനി ഇസ്രായീൽ ഇഫ്തറഖത് അലാ 72 മില്ലതൻ, ബനു ഇസ്രായേലുകൾ 72 വിഭാഗമായിട്ട് ഭിന്നിച്ചിട്ടുണ്ട്. അവർക്ക് ഇറങ്ങിയ ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ട് വ്യത്യസ്ത വിശ്വാസങ്ങളും വ്യത്യസ്ത കർമ്മങ്ങളും അതുപോലെ തന്നെ ആദർശവുമായിട്ട് 72 വിഭാഗമായി ഭിന്നിച്ചിട്ടുണ്ട്. വസതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല, എന്റെ ഉമ്മത്ത് 73 മില്ലത്തായിക്കൊണ്ട് വിഭാഗമായിക്കൊണ്ട് ഭിന്നിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബനു ഇസ്രായേലുകൾ 72 ആണെങ്കിൽ എന്റെ ഉമ്മത്തിൽ 73ഓളം കക്ഷികളായി ഭിന്നിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ തൽബീസ് ഇബ്ലീസ് എന്ന കിതാബിൽ അദ്ദേഹം ഈ പിഴച്ചു പോകുന്ന ഈ 72 കക്ഷികൾ, പിഴച്ചു പോയിട്ടുള്ള 72 കക്ഷികളുടെ പേരും അവരുടെ പിഴവും അതിന്റെ ആദ്യ ഭാഗത്ത് എണ്ണിക്കൊടുക്കുന്നത് കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, അവരെല്ലാവരും നരകത്തിലേക്ക് പ്രവേശിക്കാവുന്ന മാർഗത്തിൽ അല്ലെങ്കിൽ നരകം ലഭിക്കുന്ന കുറ്റത്തിലാണ് ആ പറഞ്ഞ ആളുകളെല്ലാം ഒരാൾ കൂട്ടർ ഒഴികെ. അപ്പൊ 73ൽ എല്ലാവരും എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിവാക്കിയാൽ 72 വിഭാഗവും ഈ ഉമ്മത്തിൽ പഴച്ചു പോകുന്ന 72 വിഭാഗക്കാർ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന പാതയിലാണ്, നരകശിക്ഷ ലഭിക്കുന്നവരാണ്. അർത്ഥം അതിൽ ശാശ്വതമാകുമെന്നല്ല, നരകശിക്ഷയിൽ പ്രവേശിക്കാൻ കാരണമാകുന്നവരാണ്. ഖാലു, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, റസൂലേ ആരാണവർ? ആ പിഴച്ചുപോയ ആളുകളെ കുറിച്ചിട്ടല്ല സഹാബികൾ ചോദിച്ചത്, ആ രക്ഷപ്പെടുന്ന വിഭാഗം ആരാണെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, റവാഹു തിർമിദി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ അതിൽ നിൽക്കുന്ന ആളുകളാണ് എന്ത് ആ ഒരു പാതയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു വിജയിച്ച വിഭാഗം, അൽ ഫിർഖത്തുൻ നാജിയ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ഈ ഹദീസിൽ വളരെ വ്യക്തമാണ്, മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സഹാബികൾ എന്താണോ വിശ്വസിച്ചത്, സഹാബികൾ എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിച്ചത്, സഹാബികൾ എങ്ങനെയാണോ അവരുടെ കർമ്മങ്ങൾ ചെയ്തത്, അതാണ് നമുക്ക് ദീനായി മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലേക്ക്, വേറെ ഏതെങ്കിലും തരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് വഴികേടിലേക്കാണ് നയിക്കുക. ഈ ഹദീസിൽ വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് തശബ്ബഹു ബിൽ കുഫാർ, കുഫാറുകളോടുള്ള സാമ്യത, കുഫാറുകളോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് അത് ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു കൂട്ടരോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടതാണ്. വിശ്വാസത്തിൽ സാദൃശ്യപ്പെടുന്നവരുണ്ടാകും, അതാണ് ശിർക്കിന്റെ ആളുകളുടെ വാദം. ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞ് ഇടനിലക്കാരാക്കി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ ഉമ്മത്തിൽ അഥവാ മുസ്ലിം പേരുള്ള ആളുകളിൽ വലിയ വിഭാഗം ആളുകൾ മരണപ്പെട്ട, അല്ലെങ്കിൽ പോട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിളിച്ചു തേടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും വിളിച്ചു തേടുന്ന ആളുകൾ, അവരുടെ ഖബറിൽ സുജൂദ് നിർവഹിക്കുന്ന ആളുകൾ ധാരാളം കാണാം. ഇത് അവരുടെ വിശ്വാസത്തിലുള്ള സാദൃശ്യപ്പെടലാണ്. കർമ്മത്തിൽ അതുപോലെ തന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയുടെ ജന്മദിനം ഈ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നു. അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സംസ്കാരത്തിൽ അവരുടെ വേഷം, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ സംസ്കാരം അതെല്ലാം പ്രതാപം നൽകുന്ന കാര്യമാണ് എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നത് കാണാൻ സാധിക്കും. ഒരു തരത്തിലും അത് നമ്മൾ പിൻപറ്റാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടേതായ അടയാളം ഉണ്ടായിരിക്കണം. എത്രത്തോളം വളരെ ചെറിയ കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സിർവാല് ധരിക്കുന്ന, പാന്റ് ധരിക്കുന്ന വിഷയത്തിൽ പോലും അവരുടേതിൽ നിന്ന് വ്യത്യാസപ്പെടണമെന്ന് പറഞ്ഞത് കാണാം. താടി വളർത്തുന്നതാവട്ടെ, അതുപോലെ തന്നെ ഖബറിന്റെ വിഷയത്തിലാവട്ടെ, ഖബർ കുഴിക്കുന്ന വിഷയത്തിൽ പോലും അവർക്കുള്ളതും നമുക്കുള്ളതും വ്യത്യാസമാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. വളരെ ചെറിയ വിഷയങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യത്യസ്തത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, സഹാബികളെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ മറ്റൊന്നിലേക്ക് പ്രതാപം തേടി പോകാൻ പാടില്ല. ഇതിൽ വളരെ പ്രശസ്തമായ ഒരു വാക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് അന്ന് മുസ്ലിം സൈന്യത്തിന്റെ അമീർ. അത്രയും കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്ത് ആകുന്നവരാരായിരുന്നു? ഇസ്ലാമിക സൈന്യത്തിന്റെ അമീർ ആരായിരുന്നു? ഖാലിദ് ഇബ്നു വലീദ്. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തായപ്പോൾ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു മാറ്റിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അമീനുൽ ഉമ്മ എന്ന സ്ഥാനപ്പേരുള്ള അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആക്കി. അങ്ങനെ ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചടങ്ങിയപ്പോൾ, അന്ന് നസ്രാനികളുടെ കയ്യിലാണ് ബൈത്തുൽ മഖ്ദിസ്, വിജയിച്ചടക്കിയപ്പോൾ അവിടുത്തെ പാതിരി പറഞ്ഞു, ഈ ബൈത്തുൽ മഖ്ദിസിന്റെ താക്കോൽ ഞാൻ ഖലീഫക്ക് നേരിട്ട് ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഉബൈദ കത്തയച്ച് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു വൃത്തിനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് വരികയാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക് വരികയാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മുസ്ലിമീങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്, നസ്രാനികൾ അവിടെയുണ്ട്, പാതിരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ വരുന്ന സമയത്ത് ഒരു വെള്ളത്തിന്റെ ചാല് പോലെ, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ നിന്ന് ഇറങ്ങി കാലിലുള്ള ചെരുപ്പ് എന്താണോ ആ കാലിലിടുന്ന വസ്ത്രം, ചെരുപ്പോ ഷൂസോ, അത് ഊരിയിട്ട് തോളിൽ വെച്ചുകൊണ്ട് ആ കുതിരയുമായി വരുന്നത് കണ്ടപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തോന്നി, ഇത് ഖലീഫയല്ലേ, അഥവാ ഇസ്ലാമിക ലോകത്തിന്റെ മൊത്തം ചക്രവർത്തിയാണ് വരുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്തിനാ വരുന്നത്? നിങ്ങൾ ചക്രവർത്തിയല്ലേ, ഒന്നുകൂടി ഗാംഭീര്യത്തിൽ വരണ്ടേ എന്ന നിലക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, നീ അല്ലാതെ ആരെങ്കിലുമാണ് ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ചാട്ട കൊണ്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്ക് കാണാം, നഹ്നു ഉമ്മത്തുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാം കൊണ്ട് ഇജ്ജത്ത് നൽകപ്പെട്ട ഒരു സമൂഹമാണ്. നമ്മൾ ദില്ലത്തിലായിരുന്നു, അല്ലാഹു തആല നമുക്ക് ഇജ്ജത്ത് നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. ഫമഹ്മബ്തഗൈനൽ ഇസ്സത ബിഗൈരിഹി അദല്ലനല്ലാഹ്, ഈ ഇസ്ലാം കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇജ്ജത്ത് തേടിയാൽ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്, എന്തോ ആവട്ടെ, അതുകൊണ്ടാണ് നമ്മൾ പ്രതാപം തേടുന്നത്, ആളുകളുടെ മുമ്പിൽ സ്ഥാനവും ആളുകളുടെ മുമ്പിൽ ഉന്നതിയും തേടുന്നത് എങ്കിൽ അള്ളാഹു നമ്മളെ വീണ്ടും നിന്ദിക്കുന്നതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പൊ ഒരു തരത്തിലും കുഫാറുകളോട് സാമ്യതപ്പെട്ട് ആളുകൾക്ക് മുമ്പിൽ ഇസ്ലാം ഒരു പഴഞ്ചൻ നൂറ്റാണ്ടിന്റെ ദീനല്ല, അത് തലമുറയുടെ ദീനാണ് അല്ലെങ്കിൽ മോഡേൺ ആണ് എന്നെനിക്ക് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണോ സുന്നത്ത് അതാണ് ഏറ്റവും ഇജ്ജത്ത് നൽകുന്ന കാര്യം. അത് ഏത് മേഖലയിലും അതങ്ങനെ മുറുകെ പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോ കുഫാറുകളോട് ഒരു തരത്തിലും സാമ്യതപ്പെടരുത് എന്ന് ഈ ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അങ്ങനെ സാമ്യതപ്പെടുന്ന ആളുകളുടെ അപകടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ഗൗരവമുള്ള രീതിയിലാണ്.
കാരണം ദീനു കൊണ്ടല്ലെങ്കിൽ പോലും മാനുഷികമായി തന്നെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും മ്ലേച്ഛമായ കാര്യമാണ് സ്വന്തം മാതാവുമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ അതുപോലും പിൻപറ്റുന്നത് വരെ, അഥവാ എത്ര മ്ലേച്ഛമായ കാര്യം അവർ ചെയ്താലും അതുപോലും പിൻപറ്റുന്ന ഒരു കൂട്ടർ ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഭിന്നിച്ച ബനൂ ഇസ്രായേലികൾ പോലെ ഈ ദീനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ആളുകൾ ഭിന്നിക്കും, ഒരു കൂട്ടർ ഒഴികെ എന്ന് പറഞ്ഞു. ആ കൂട്ടർ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നിലകൊണ്ട ദീൻ എന്താണോ അതിനെ മുറുകെ പിടിക്കുന്ന മാ അന അലൈഹി വസ്ഹാബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പാത എന്താണ് സഹാബികൾ മനസ്സിലാക്കിയ ദീനെന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് 3 മേഖലയിൽ, 1 വിശ്വാസത്തിൽ, 2 കർമ്മത്തിൽ, 3 സംസ്കാരത്തിൽ. ഈ 3 എണ്ണത്തിലും ഒരാൾ സ്വഹാബികളെ പിൻപറ്റുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഈ പാതയിലുള്ളവനാകുന്നത്. വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും അവൻ എന്തായിരിക്കണം? ഈ പാത പിൻപറ്റുന്നവനായിരിക്കണം. അടുത്ത ഹദീസ്, വലിമുസ്ലിമിൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, സഹീഹ് മുസ്ലിമിലെ റിവായത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ഒരു ഹദീസിൽ, ഇപ്പോ കഴിഞ്ഞ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അതുപോലെ തന്നെ സഹാബികളുടെ മൻഹജും അറിയിക്കുന്ന ഹദീസുകളാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇനി അത് പിൻപറ്റുന്ന ഒരാൾ അവന്റെ മേലെ നിർബന്ധമാകുന്ന അല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്. ആളുകളെ ഈ നേരായ മാർഗത്തിലേക്ക് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അടുത്തതായി കൊടുക്കുന്നത്. വലിമുസ്ലിമിൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ മൻ ദആ ഇലാ ഹുദൻ, ആരാണോ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്, അഥവാ ഒരാൾ മറ്റൊരാളെ ക്ഷണിക്കുകയാണ് ഹഖിലേക്ക്, നേരായ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, അതുപോലെ അള്ളാഹുവിനുള്ള അനുസരണത്തിലേക്ക് ക്ഷണിക്കുന്നത്, കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു, അവന് പ്രതിഫലമുണ്ടാകും. ഏതുപോലെ പ്രതിഫലമുണ്ടാകും? അവൻ ആ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷണിക്കപ്പെട്ട അല്ലെങ്കിൽ ആരാണോ ആ ഹക്ക് പിൻപറ്റിയത്, ഒരാൾ ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നു, തൗഹീദ് പറഞ്ഞു കൊടുത്തു, തൗഹീദ് സ്വീകരിച്ചു. ഒരാൾ ബിദ്അത്ത് ചെയ്യുന്ന ആളായിരുന്നു, അവന് സുന്നത്ത് പറഞ്ഞു കൊടുത്തു, സുന്നത്ത് സ്വീകരിച്ചു. ഒരാൾ മഅസിയത്തുകൾ മുഴുകിയ ആളായിരുന്നു, അയാൾക്ക് ത്വാഅത്ത് പറഞ്ഞു കൊടുത്തു, അയാൾ അള്ളാഹിനെ അനുസരിച്ചു. അങ്ങനെ ആരാണോ അങ്ങനെ നന്മയിലേക്ക് വരുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ അതേ പ്രതിഫലം ആ വന്നവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ അവന്റെ ആ പ്രതിഫലം അത് ഈ ക്ഷണിച്ചവനും ഉണ്ടാകും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ, ആ ക്ഷണിക്കപ്പെട്ടവൻ വന്നവൻ അവന്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാനും പോകുന്നില്ല. അതായത് വളരെ ചെറിയ കർമ്മം കൊണ്ട് വലിയ പ്രതിഫലം നേടാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്താണ്? ദഅവത്താണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കലാണ്, ഈ ദീന് എത്തിച്ചു കൊടുക്കലാണ്. അതാണ് ചെറിയ കർമ്മം കൊണ്ട് വലിയ പ്രതിഫലം നേടാനുള്ള ഏറ്റവും മഹത്തായ അമൽ. കാരണം ലാസിമായ അമലുകൾ ഒരിക്കലും ഇത്രയധികം, അഥവാ ലാസിമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള കർമ്മങ്ങൾ ഒരിക്കലും അതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രതിഫലത്തെ നേടിത്തരൂല. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കർമ്മങ്ങൾ ഒരു ആമായി ഇറങ്ങുന്ന ശിക്ഷയെ തടയുകയുമില്ല. ഇപ്പൊ നമ്മൾ കുറെ രാത്രി നിസ്കരിച്ചു, കുറെ സുന്നത്ത് നോമ്പെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു ഉമ്മത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു ശിക്ഷയെ എന്ത് ചെയ്യില്ല, അത് തടയൂല. എന്നാൽ നമ്മൾ നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു എങ്കിൽ അതെന്താണ്? ഉമ്മത്തിന് മൊത്തം ബാധിക്കുന്ന ശിക്ഷയെ തടയുന്ന കാരണമാണ്. പല ഹദീസുകളും ആയത്തുകളും അതിനെ അറിയിക്കുന്നുണ്ട്. അപ്പോ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ നബിമാർ അള്ളാഹുവിനെ ആരാധിച്ചതിൽ, നബിമാർ അള്ളാഹുവിന് ഉബൂദിയത്ത് കാണിച്ചതിൽ ഏറ്റവും വലിയ ഉബൂദിയത്ത് ദഅവത്താണ്. നബിമാർ അള്ളാഹുവിനെ ആരാധിച്ചതിൽ ഏറ്റവും വലിയ ഇബാദത്ത് എന്താണ്? അത് ദഅവത്താണ് എന്ന് കാണാം. കാരണം അത്രയും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ ദഅ ഇലാ ദലാലത്തിൻ, ആരാണോ വഴികേടിലേക്ക് ക്ഷണിക്കുന്നത്, ഹക്കിന്റെ പാതയിൽ നിന്ന്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക്, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള അനുസരണത്തിന് പകരം മഅസിയത്തുകൾ, പാപങ്ങൾ, തെറ്റുകൾ ഇതിലേക്ക് നയിക്കുന്നത്, വലാലത്തിലേക്ക് നയിക്കുന്നത്, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ല ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ. നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ ഇവൻ ചെയ്തതുപോലെ കുറ്റവും ആർക്ക് കിട്ടും? ഈ പറഞ്ഞു കൊടുത്തവന് കിട്ടും. ഒരാൾ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ്, അള്ളാഹ് അല്ലാതെ മറ്റൊരാളെ വിളിച്ച് തേടാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളുണ്ട്, ഇതൊക്കെ എങ്ങനെ ചെയ്യാലോ, അല്ലെങ്കിൽ ബിദ്അത്തായിട്ടുള്ള ഒരു കർമ്മം ഇങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റ്, അത് ഒരു പാപം അതിലേക്ക് നയിക്കുകയാണ്, അത് അറിയിച്ചു കൊടുക്കുകയാണ്, അത് എത്തിച്ചു കൊടുക്കുകയാണ്.
അത് കാരണം ചെയ്യുന്ന എല്ലാവരുടെയും കുറ്റം ഇവന്റെ മേലെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ദലാലത്തിലേക്ക് നയിക്കുക എന്നുള്ളത് ചെറിയ ഒരു കർമ്മം കൊണ്ട് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന വലിയ പാപമായി തീരുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ നമ്മൾ ഇൽമും അമലും ദഅവത്തും ഈ 3 കാര്യങ്ങൾ മുറുകെ പിടിക്കുകയും അതിൽ സ്വബർ ഉണ്ടാവുകയും ചെയ്യണം. ഇത് മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. സൂറത്തുൽ അസ്റിൽ പറഞ്ഞതുപോലെ ഈ 4 കാര്യങ്ങളുണ്ടോ നമുക്ക് പരലോകത്ത് വിജയിക്കാം. ഈ 4 കാര്യത്തിൽ ഒന്നിൽ വീഴ്ച വന്നാൽ പോലും നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടി വരും. ഈ 4ൽ ഒന്നിൽ വീഴ്ച വന്നാൽ നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു ഫിത്നയിൽ അകപ്പെടാൻ ഈ 4 ഒന്നില്ലാതായാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവുക എന്നല്ല ഇതിന്റെ അർത്ഥം. ഈ 4 കാര്യങ്ങൾ ഉള്ളവർക്ക് എന്തുള്ളൂ? വിജയമുള്ളൂ. ഒന്ന്, അറിവ് നേടുന്ന പാതയിൽ അവനായിരിക്കണം. 2, അവന്റെ ജീവിതത്തിൽ കർമ്മങ്ങൾ, അവൻ കിട്ടുന്ന അറിവിനനുസരിച്ച് കർമ്മങ്ങൾ വളർത്തിക്കൊണ്ടുവന്നേ ഇരിക്കണം. 3, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ആളുകളെ അതിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിൽ അവനുണ്ടായിരിക്കണം. 4, അതിൽ ക്ഷമയോടുകൂടി ഈ 3 കാര്യത്തിൽ തുടർന്നുകൊണ്ട് നിൽക്കുക തന്നെ വേണം. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ ആശയത്തിലുള്ള അടുത്ത വരുന്ന ഹദീസുകളെല്ലാം ഈ ഹക്ക് പറഞ്ഞു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. عن أبي مسعود الأنصاري رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم قال إنه أبدع بي. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു പറഞ്ഞു, ഇന്നഹു ഉബ്ദിഅ ബി. ഈ ഒരു സന്ദർഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി സൈന്യത്തിനോട് ആളുകളോട് ആവശ്യപ്പെട്ട സമയത്ത് യുദ്ധത്തിന് പോകാൻ ചില നിബന്ധനകൾ ഉണ്ടാകും. അഥവാ യാത്രക്ക് ആവശ്യമായിട്ടുള്ള യാത്രാമൃഗം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, യാത്രാ സാമഗ്രികൾ, ഭക്ഷണം, യുദ്ധ സാമഗ്രികൾ, ഇതെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞു ഉബ്ദിഅ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാഹനാമൃഗം അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടാണ്, അതിന് കുഴപ്പമാണ് എന്ന് അറിയിക്കാനാണ് പറയുന്നത്. എനിക്ക് വാഹനാമൃഗമില്ല എന്ന നിലക്ക് വന്ന് പറഞ്ഞു. ഫഹ്മിൽനി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്നെയും ഏതെങ്കിലും വാഹനപുറത്ത് ഏറ്റണം, അതായത് എനിക്കൊരു വാഹനമൃഗം നൽകണം റസൂലേ എന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോകാൻ ഒരു വാഹനമൃഗം എനിക്ക് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഇൻദി, എന്റെ അടുക്കലില്ല, നിനക്ക് വാഹനമൃഗം തരാൻ വേണ്ടിയിട്ട് എന്റെ അടുക്കൽ വാഹനമൃഗം ഒന്നും ഇരിക്കുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞു. ഫഖാല റജുലുൻ, അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന അദുല്ലുഹു അലാ മൻ യഹ്മിലുഹു. റസൂലെ, ഞാൻ അറിയിക്കട്ടെ ഇവനെ വാഹനാമൃഗം കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വാഹനാപുറത്ത് ഇവനെ കൂടി കയറ്റാൻ പറ്റുന്ന ഒരാളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരാണോ ഒരു ഖൈർ അറിയിച്ചു കൊടുക്കുന്നത് അവൻ എന്തുണ്ട്? അവന് ആ ഒരു പ്രവർത്തനം ചെയ്തവന്റെ പോലെ തന്നെ പ്രതിഫലമുണ്ട്. അതായത് യുദ്ധത്തിന് പോവാണ്, യുദ്ധത്തിന് പോകാനാണ് ഈ വാഹനമൃഗത്തെ ചോദിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഇല്ല, ആരെങ്കിലും ഉണ്ടോന്നും അറിയില്ല. പക്ഷെ ഈ വ്യക്തിക്ക് എന്തറിയാം, ഒരാളുടെ കയ്യിൽ ഉണ്ട് എന്ന നിലക്ക് ഈ വ്യക്തി അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് അറിയിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു ഖൈർ അറിയിച്ചു കൊടുത്താൽ ആ ഖൈർ അവൻ ചെയ്യുന്നത് പോലെ തന്നെ പ്രതിഫലം ആ അറിയിച്ചു കൊടുക്കുന്നവനും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. സത്യത്തിൽ ഹക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന്റെ, നന്മ കൽപ്പിക്കുന്നതിന്റെ, തിന്മ വിരോധിക്കുന്നതിന്റെ ഒക്കെ മഹത്വം വളരെ അത്ഭുതകരമായിട്ടുള്ള ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അഥവാ അത്രയും പ്രതിഫലമുള്ള, അത്രയും മഹത്തായ ഒരു കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓർമ്മപ്പെടുത്തിയത് കാണാം. ഇനി ഖൈർ വളരെ ചെറിയ കാര്യമാണെങ്കിലും, ഇപ്പൊ ഒരാൾ വഴി അറിയില്ല, അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പോലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അയാൾക്ക് ഒരു വഴി, സാധാരണ ഒരു പോകുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന പോലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ദീനിലേക്കുള്ള നേരായ മാർഗം കാണിച്ചു കൊടുക്കുന്നവരോ, നരകത്തിലേക്കുള്ള പാതയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവരോ, ഇബ്ലീസിനെ ആരാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതോ, അത് വളരെ മഹത്തായിട്ടുള്ള, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? നമുക്ക് സത്യത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതായത് നമുക്ക് പരലോകത്ത് എത്താവുന്നതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത്, സ്വർഗത്തിൽ എത്താവുന്നതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്താനായിരിക്കണം നമുക്ക് ആഗ്രഹിക്കേണ്ടത്, ഏറ്റവും ഉന്നതമായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കാനാണ്. ജന്നത്തുൽ ഫിർദൗസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ മേലാണ് അല്ലാഹുവിന്റെ അർശ്, അതിന്റെ മുകളിലാണ്, അതിന്റെ മുകൾ ഭാഗത്ത് ആ ദിശയിലാണ്.
അപ്പോ ഏറ്റവും ഉന്നതമായത് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ അത് നേടാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് എങ്ങനെയാണോ പ്രതിഫലം നേടാൻ സാധിക്കുക ആ മാർഗം നമ്മൾ തേടണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാൾ ലാസിമായ അവന്റെ വ്യക്തിപരമായ ഇബാദത്തുകൾ ചെയ്ത് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നേടിയെടുക്കാവുന്ന കാര്യമാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളത്. അടുത്ത ഹദീസ്, വഅൻ അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തിക്കൊണ്ട്, മൻ അഹ്യ സുന്നതൻ മിൻ സുന്നതി ഖദ് ഉമീതത് ബഅദി, ആരെങ്കിലും എന്റെ സുന്നത്തുകളിൽ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുകയാണ്, ഖദ് ഉമീതത് ബഅദി, എനിക്ക് ശേഷം മരണപ്പെട്ടു പോയത്, അതായത് എനിക്ക് ശേഷം ആളുകൾ പ്രാവർത്തികമാക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ആളുകൾ അത് പ്രാവർത്തികമാക്കാതെ വിട്ടേച്ചു പോയിട്ടുള്ള, അത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ചില സുന്നത്തുകളുണ്ട്. ഒരുപാട് സുന്നത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അമലുകൾ ഉണ്ടാകും, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ദുആകൾ ഉണ്ടാവും, ദിക്റുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കർമ്മങ്ങൾ ഉണ്ടാകും, അത് നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സുന്നത്തിനെ ചില പണ്ഡിതന്മാർ കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. ആളുകൾ വിട്ടേച്ചു പോയിട്ടുള്ള സുന്നത്തുകൾ എന്ന പേരിൽ ഹദീസുകൾ ക്രോഡീകരിച്ച് തന്നെ കാണാം. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിക്കുകയാണെങ്കിൽ ഫഇന്ന ലഹു മിനൽ അജ്രി മിസ്ല മൻ അമില ബിഹാ മിനൻ നാസി, അവന് പ്രതിഫലമുണ്ട് ആ അമല് അവനെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അവൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടോ ആ അമല് ആളുകൾ ചെയ്യുമ്പോൾ അവരുടെ എല്ലാം പ്രതിഫലം അവനുണ്ടാകും. ലാ യൻഖുസു മിൻ ഉജൂരി നാസി ശൈഅ, ജനങ്ങളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയുകയുമില്ല. വമനി ബുത്തദഅ ബിദ്അതൻ, ആരെങ്കിലും ദീനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുകയാണ് എങ്കിൽ ലാ യർദാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും തൃപ്തിപ്പെടാത്ത, ഒരിക്കലും ബിദ്അത്തുകൾ അല്ലാഹുവും റസൂലും തൃപ്തിപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം അത് ദീനായി കൊണ്ട് ചെയ്താൽ അല്ലാഹു റസൂലോ അത് തൃപ്തിപ്പെടുകയില്ല. അങ്ങനെ ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കുകയാണ്, ഫഇന്ന അലൈഹി മിസ്ല ഇസ്മി മൻ അമില ബിഹാ മിനൻ നാസി ലാ യൻഖുസു മിൻ ആസാമിൻ നാസി ശൈഅ, അവന്റെ മേലെ കുറ്റമുണ്ട്, അത് കണ്ടുകൊണ്ട് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്ന എല്ലാ കുറ്റവും അവന്റെ മേലെ ഉണ്ടാകും. ആ ചെയ്തവർ കുറ്റം ഉണ്ടാവും, അതിനൊന്നും കുറയൂല, ഇവൻ അവരുടെ എല്ലാം കുറ്റവും ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, എത്ര ബിദ്അത്തുകൾ, എത്ര ശിർക്കൻ കാര്യങ്ങൾ, എത്ര ദീനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അതിന്നും പുതുതായി ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കാതെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ചിലപ്പോഴൊക്കെ നമുക്ക് ആലോചിക്കണം, എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ദീന്റെ പേരിൽ ആളുകൾ പറയുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പോലും ആലോചിച്ച് ഇതൊരു ദീനുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ദീനിന്റെ അടയാളമായി നിൽക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമ്മളെ ഹക്കിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അപ്പൊ അങ്ങനെ പിഴച്ചതിലേക്ക് നയിക്കുന്ന, ബിദ്അത്ത് പഠിപ്പിക്കുന്ന, ശിർക്കിലേക്ക് ആളുകളെ നയിക്കുന്ന ആളുകൾ അവരുടെ മേലെ അവരുടെ കുറ്റം മാത്രമല്ല, ഇത് കാരണം ചെയ്ത ആളുകളുടെ കുറ്റമൊക്കെ ഉണ്ടാവും. ആ ചെയ്ത ആളുകൾക്കോ ഒന്നും കുറയാനും പോകുന്നില്ല. റവാഹു തിർമിദി വഹസനഹു വഇബ്നു മാജ വഹാദാ ലഫ്ദുഹു, ഇത് ഇബ്നു മാജയുടെ റിവായത്താണ്. അടുത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറാണ്. പൊതുവെ ഹദീസിന്റെ ഭാഷയിൽ അസർ എന്ന് പറയാനുള്ളത് സ്വഹാബികളെയോ താബിഈങ്ങളുടെയോ വാക്കുകൾക്കാണ്. അസർ എന്ന് ഹദീസിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിനും പറയാം, പക്ഷേ അത് ഖൈദ് വെച്ചുകൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു അസർ എന്ന് ഖൈദ് വെച്ചുകൊണ്ട് അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറയാം. അല്ലാത്ത സമയത്ത് പൊതുവെ ഉപയോഗിക്കാറുള്ളത് സ്വഹാബികളെയോ താബിഈങ്ങളുടെയോ സലഫുസ് സാലിഹീങ്ങളുടെയോ വാക്കിനാണ് അസർ എന്ന് പറയാറുള്ളത്. وعن ابن مسعود رضي الله عنه, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ആദ്യമായി ഖുർആൻ കഅബയുടെ അടുക്കൽ ഉറക്കെ പാരായണം ചെയ്ത, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്ത സ്വഹാബിയാണ്. ഖുർആനിൽ വലിയ അറിവുള്ള സ്വഹാബിയാണ്. മിസാനിൽ അവിടുത്തെ കാലുകൾ, ഇബ്നു മസ്ഊദിന്റെ കാലുകൾ ഉഹുദ് മലയേക്കാൾ കനം തൂങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളതാണ്. ഫഖീഹാണ്, അതുപോലെ തന്നെ അഥവാ ഇൽമുള്ള ഫിഖ്ഹുള്ള അറിവുള്ള പണ്ഡിതനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഒരു വാക്ക് കാണാം, അന്നഹു ഖാല, അവിടുന്ന് പറഞ്ഞു, കൈഫ അൻതും ഇദാ ലബിസത്കും ഫിത്ന, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, അഥവാ അവിടുത്തെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഫിത്ന കൂടിക്കുഴഞ്ഞു വരുന്ന ഒരു സമയത്ത്.
ഫിത്ന കൂടിക്കൊഴഞ്ഞു വരുന്ന, ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ടുള്ള അഥവാ മിക്സ് ആയിട്ടുള്ള എന്നൊക്കെ പറയും. ഫിത്ന ആകെ മുഴുകി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഫിത്ന അധികരിച്ചൊരു കാലത്ത് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? യർബു ഫീഹ അസ്സഗീർ, ചെറിയ കുട്ടികളെല്ലാം ആ ഫിത്നയിലായിക്കൊണ്ടായിരിക്കും വളർന്നു വരിക. വയഹ്റുമു ഫീഹ അൽ കബീർ, പ്രായമായവർ വലിയ ആളുകൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് ആ ഫിത്നയിലായിരിക്കും. വതുത്തഖദു സുന്നത്തുൻ യജ്രി الناس അലൈഹാ വതുത്തഖദു സുന്നത്തുൻ, അതിൽ അതിന്റെ ബിദ്അത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബിദ്അത്തുകളെ സുന്നത്തായിക്കൊണ്ട് പരിഗണിക്കപ്പെടും. ബിദ്അത്തുകളെ സുന്നത്തായിക്കൊണ്ട് പരിഗണിക്കപ്പെടും. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തുത്തഖദു സുന്നത്തു ബിദ്അതൻ അല്ലെങ്കിൽ അൽ ബിദ്അത്തു തുത്തഖദു സുന്നതൻ എന്നാണ് ഉദ്ദേശം. അഥവാ സുന്നത്തിനെ ബിദ്അത്തായിട്ടും ബിദ്അത്തിനെ സുന്നത്തായിട്ടും എടുക്കും. യജ്രി الناس അലൈഹാ, ജനങ്ങൾ അത് ശീലമാക്കിയിട്ടുണ്ടാകും. അഥവാ ഒരു ബിദ്അത്തിനെ സുന്നത്തായി എടുത്തിട്ട് അതിങ്ങനെ ചെയ്യുന്നത് തുടരെ ശീലമാക്കിയിട്ടുണ്ടാവും. അവരത് സുന്നത്താ നിലക്ക് ചെയ്യുന്നുണ്ടാകും. ഫൈദാ ഗുയ്യിറ മിൻഹാ ഷൈഉൻ, അതിലേതെങ്കിലും ഒന്ന് മാറ്റപ്പെട്ടാൽ, അഥവാ ദീനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തിനെ സുന്നത്തായിക്കൊണ്ട് ചെയ്തിട്ട് ജനങ്ങൾ ശീലിച്ചു പോയൊരു കാര്യം അതിനെ മാറ്റപ്പെട്ടാൽ ഖീല, പറയപ്പെടും തുരിക്കത് സുന്നത്തുൻ, സുന്നത്ത് അതാ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആളുകൾ പറയും. ഖീല, അപ്പോൾ ചോദിച്ചു, ഇത് കേട്ട ആളുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചു, മതാ ദാലിക യാ അബാ അബ്ദുറഹ്മാൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കുഞ്ഞത്താണ് അബൂ അബ്ദുറഹ്മാൻ, എപ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക? എപ്പോഴാണ് ആളുകൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുക? ബിദ്അത്തിനെ സുന്നത്തായിട്ട് സുന്നത്തിനെ ബിദ്അത്തായിട്ട് മനസ്സിലാക്കിയിട്ട് ബിദ്അത്തായ ഒരു കാര്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ അത് സുന്നത്തിനെ മാറ്റപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? ഖാല ഇദാ കസറ ഖുറാഉകും, നിങ്ങളുടെ പാരായണക്കാർ, നിങ്ങളിൽ ഖുർആനിലെ ആശയങ്ങളെ മനസ്സിലാക്കുകയോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയോ ചെയ്യാതെ വെറും പാരായണക്കാരായിക്കൊണ്ടുള്ള ആളുകൾ അത് അധികരിക്കുന്ന ഒരു കാലത്തിൽ. വഖല്ല ഫുഖഹാഉകും, ഖുർആനിന്റെ ആശയങ്ങളെയും ദീനിനെയും മനസ്സിലാക്കുന്നതിൽ ഫിഖ് ഉണ്ടാകുന്ന ആളുകൾ കുറയുന്ന ഒരു കാലത്ത്. വകസുറത് അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത് അധികരിക്കുന്ന ഒരു കാലത്ത്. വഖല്ല ഉംനാഉക്കും, നിങ്ങളിൽ വിശ്വസ്തരായ ആളുകൾ കുറയുന്ന ഒരു കാലത്ത്. വൽതമസത്തു ദുനിയ ബിഅമലിൽ ആഖിറ, പരലോകത്തെ കർമ്മം കൊണ്ട് ദുനിയാവ് തേടപ്പെടുന്ന ഒരു കാലത്ത്. വതുഫഖിഹ ലിഗൈരി ദീൻ, ദീനിനു വേണ്ടി അല്ലാതെ അറിവ് നേടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട കാര്യമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആശയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഒന്ന്, ഫിത്ന അധികരിക്കുന്ന ഒരു കാലഘട്ടം വേണം. സത്യത്തിൽ ഈ ഒരു വാക്ക് നമ്മൾ ആലോചിച്ച് നോക്കണം. 1300-400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാക്കാണ് നമ്മളിപ്പോ വായിക്കുന്നത്. ഇത് അന്ന് ഇസ്ലാം ഏറ്റവും പ്രതാപത്തിലുള്ള ആളുകൾ ഇൽമിലേക്ക് ആവശ്യക്കാരായിട്ടുള്ള അമലിൽ മുന്നേറുന്ന അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം ഇസ്ലാം വ്യാപിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറയുന്നത്. ഇബ്നു മസ്ഊദ് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്, അങ്ങനെ ഒരു കാലഘട്ടമാണ്. അന്നാണ് ഈ വാക്ക് അവിടുന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി ഈ വാക്കുകൾ പറഞ്ഞത്. ചെറിയ കുട്ടികൾ ഫിത്നയിലായി വളരുന്ന, വലിയ ആളുകൾ ഫിത്നയിലായിക്കൊണ്ട് പ്രായാധിക്യത്തിലാകുന്ന ഒരു കാലഘട്ടം. ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഫിത്ന എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശുബ്ഹത്ത്, രണ്ട് ശഹവത്ത്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കും ബിദ്അത്തും അടങ്ങുന്ന ദീനിൽ സംശയം ഉണ്ടാക്കുന്ന ഹദീസ് നിഷേധമാവട്ടെ, നിരീശ്വരവാദമാകട്ടെ, അങ്ങനെ ഹദീസിനെ നിഷേധിക്കുക, ഖുർആൻ മാത്രം മതി എന്ന് പറയുക, ദുർവ്യാഖ്യാനം ചെയ്യുക, അങ്ങനെയുള്ള ഒക്കെ ശുബ്ഹത്തിൽപ്പെട്ടത്. ഷഹവത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛപരമായിട്ടുള്ള വ്യഭിചാരം, മദ്യപാനം, ആ നിലക്കുള്ള പാപങ്ങൾ, അങ്ങനെയുള്ള സംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഷഹവത്തുകൾ എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണമാണ് ഫിത്ന. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ശുബ്ഹത്ത് ആയിട്ടുള്ള, ബിദ്അത്ത് ആയിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ വിശ്വാസം ശരിയാവണ്ണം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയാണ്. അന്നത്തെ ഒരു പ്രത്യേകത പറയാണ്, ആളുകൾ ചെയ്യുന്ന ബിദ്അത്തുകളെ അവർ സുന്നത്താണ് ധരിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഇന്ന് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ റജബിലെ പ്രത്യേക നിസ്കാരമോ നോമ്പോ, അല്ലെങ്കിൽ ശഅബാനിലെ പ്രത്യേകം ഇബാദത്തുകളോ, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ ആളുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇതിനപ്പുറത്തേക്കുണ്ട്. ഇതിനപ്പുറത്തേക്ക് പല പഴച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ അത് ദീനായിക്കൊണ്ടാണ് ചെയ്യുന്നത്. അവർ ദീനായിക്കൊണ്ടാണ് ചെയ്യുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമായിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിലേതെങ്കിലും ഒന്നിനെ എതിർത്താലോ, അല്ലെങ്കിൽ ഇത് സഹാബികൾക്ക് അറിയില്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത് കഴിഞ്ഞാലോ അവർ പറയുന്ന വാക്കെന്താണ്? തുരിക്കത് സുന്നത്തുൻ, സുന്നത്ത് ഒഴിവാക്കപ്പെട്ടു എന്നാണ്.
സുബ്ഹാനല്ലാഹ്, അന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇന്ന് മുസ്ലിം ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ആളുകൾ മാറിപ്പോകാനുള്ള കാരണം എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ചോദിച്ചു എന്താണ്, എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞ വിശേഷണങ്ങൾ, ഒന്ന് കസുറ ഖുർറാഉകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഖുർആൻ പാരായണക്കാർ വർദ്ധിക്കും. അഥവാ ഖുർആൻ നല്ല രീതിയിൽ ഓതുന്നുണ്ടാകും. അല്ലെങ്കിൽ ചില റിവായത്തുകൾ, ചില അസ്റുകളിൽ കാണാം വാഇലീങ്ങൾ വർദ്ധിക്കും, പ്രസംഗിക്കുന്നവർ, ദീന് പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകും ധാരാളം. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ അതിൽ നിന്നൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല, അതിൽ നിന്ന് ഫിഖ് ഉണ്ടാവുകയില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, അലി റളിയല്ലാഹുവിനെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അലി റളിയല്ലാഹുവിനെ വധിച്ച അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പറ്റിയിട്ട്. അയാളെ പറ്റി ഉമർ റളിയല്ലാഹു പറഞ്ഞത്, അബ്ദുറഹ്മാൻ ഇല്ല അവിടെ, പിന്നെ എന്തിനാ ഖുർആൻ പഠിക്കാൻ വേറെ ആള് എന്നാണ്. കൂഫയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വിട്ട ആളെ, പഠിപ്പിക്കാൻ വേണ്ടി വിട്ട ആൾ അബ്ദുറഹ്മാൻ മുൽജിം. ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ആളാണ്, ഖുർആൻ പാരായണത്തിൽ അറിവുള്ള ആളാണ്. അയാളാണ് അള്ളാഹുവിന്റെ വലിയായിട്ടുള്ള ഖലീഫയായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായിട്ടുള്ള അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനെ വധിച്ചു കളയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കണം, അപ്പൊ ഖുർആനിൽ ഫിഖ് ഇല്ലാത്ത വെറും ഖുർആൻ പാരായണവും ഖുർആൻ പ്രസംഗവും അത് മാത്രം കൊണ്ടു നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ചാൽ, വഖല്ല ഫുഖഹാഉകും, അതുപോലെ തന്നെ ഫിഖ് ഉള്ളവർ, ദീനിൽ അവഗാഹം നേടുന്ന, അഥവാ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതെന്താണ് എന്നുള്ള ആശയത്തെ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കുറയുന്ന സമയത്ത്, ഫിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അവഗാഹം, ഹദീസിൽ വന്നതുപോലെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് നൽകുമെന്നുള്ള അവഗാഹം നൽകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കുറയും. അഥവാ യഥാർത്ഥ ഉലമാക്കൾ കുറയുമ്പോൾ, വകസുറത് അംവാലുക്കും, അതുപോലെ തന്നെ മനുഷ്യർക്കുണ്ടാകുന്ന വലിയൊരു ഫിത്നയാണ് സമ്പത്തിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അവന്റെ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് സമ്പത്ത് അത് മാത്രം ചിന്തയായിക്കൊണ്ട് അതിൽ മാത്രം ജീവിതം മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന, സമ്പത്ത് അധികരിച്ചു വരിക എന്നുള്ളത് ഒരു ഫിത്നയാണ്. അവന്റെ ഒരു ആവശ്യത്തിനപ്പുറത്തേക്ക് സമ്പത്ത് അധികരിക്കുക എന്നുള്ളത് അവനെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്ന, ദീനിൽ നിന്ന് തെറ്റിക്കാൻ വലിയ കാരണമാകുന്ന ഒരു കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകിയവരൊഴികെ അങ്ങനെ അധികരിച്ചാൽ, ആ സമ്പത്ത് അധികരിക്കുന്നതോടൊപ്പം തന്നെ വഖല്ല ഉംനാഉകും, നിങ്ങളിൽ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ കുറയും. സമ്പത്ത് കുറെ ഉണ്ടാവും, പക്ഷെ ആളുകളിൽ വിശ്വസ്തത കുറയും. ഒരാളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റൂല, ഒരു അമീനായിട്ടുള്ള ഒരാളെ കാണാൻ കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന കാലഘട്ടത്തിൽ, അഥവാ ഈ തരത്തിലുള്ള അറിവില്ലാതെ ശഹ്വത്തുകളുടെ ഇടയിൽ അകപ്പെട്ടു പോകുമ്പോൾ, പിന്നെ പറയാണ് വൽതമസിത്തി ദുനിയാ ബിഅമലിൽ ആഖിറ വതുഫഖിഹ ലിഗൈരിദ്ദീൻ, അവർ പരലോകത്തേക്ക് ചെയ്യേണ്ട കർമ്മം കൊണ്ട് ദുനിയാവ് തേടും. അവരുടെ ലക്ഷ്യം മൊത്തം ദുനിയാവായി മാറും. ഏതുപോലെ നരകത്തിലേക്ക് ആദ്യം കടക്കുന്ന മൂന്നാളുകളെ പറഞ്ഞതുപോലെ, അവർ ഇൽമുള്ള ആളുണ്ട്, ഷഹീദായി മരിച്ച ആളുണ്ട്, അതുപോലെ തന്നെ സ്വതക്ക നൽകിയ ആളുണ്ട്. പക്ഷെ അവരുടെ കർമ്മം കൊണ്ട് തേടിയത് എന്താണ്? പരലോകമല്ല, ദുനിയാവിലെ പേരും പ്രശസ്തിയുമെല്ലാം. അങ്ങനെ ലക്ഷ്യം മാറിപ്പോകുന്ന, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ജീവിക്കുന്ന അവസ്ഥ വന്നാൽ എന്തുണ്ടാകും? ഫിത്നകൾ ഉണ്ടാകും. ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ ദീനിനെ എന്തായി മനസ്സിലാകില്ല, ഹക്കായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയ ബിദഅത്തിന്റെ ആളുകൾ, അവർ ദുനിയാവ് തേടിക്കൊണ്ട് മാത്രമാണ് ഈ ബിദഅത്ത് പ്രചരിപ്പിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദുനിയാവ് തേടിക്കൊണ്ടും ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടിയും, അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു ഫിത്നയിൽ അകപ്പെട്ടിട്ടാണ് ഈ ബിദ്അത്തുകളെ സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത്. അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതിൽ പിൻപറ്റുന്നതിൽ ചില സാധുക്കളും അതിൽ പെട്ടുപോകുന്നു എന്ന് മാത്രം. അടുത്ത ഒരു ഹദീസ്, ഇതും ഇസ്ലാമിനെ തകർക്കുന്ന, ഫിത്നകൾക്ക് കാരണമാകുന്ന കാര്യങ്ങളെ അറിയിക്കുന്ന ഒന്നാണ്. അടുത്തതും وعن زياد بن حدير رضي الله عنه قال قال لي عمر رضي الله عنه പറഞ്ഞ വാക്കാണ്, هل تعرف ما يهدم الإسلام, നിനക്കറിയുമോ എന്താണ് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളത് നിനക്കറിയുമോ എന്നും, അഥവാ യഥാർത്ഥ ദീനിനെ തകർക്കുന്ന എന്താണ്? قلت لا, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല. قال അബൂ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, يهدمه زلة العالم وجدال المنافق بالكتاب وحكم الأئمة المضلين رواه الدارمي. കഴിഞ്ഞ റിവായത്തും ദാരിമിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെയാണ് പറയുന്നത്. ഒന്നാമത്തേത് സല്ലത്തുൽ ആലിം, പണ്ഡിതനായിട്ടുള്ള ഒരാൾക്ക് സംഭവിക്കുന്ന അബദ്ധം, ഒരു ആലിമിന് സംഭവിക്കുന്ന അബദ്ധം. അത് വളരെ വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അഥവാ സാധാരണക്കാരനായിട്ടുള്ള ആമത്തുന്നാസ്, അവർ അവരുടെ ദീനിയായിട്ടുള്ള മസ്അലകൾ, ദീനിയായിട്ടുള്ള വിഷയങ്ങൾ അവരാരിലേക്കാണ് മടക്കുക?
ഇൽമുള്ളവരിലേക്കാണ് മടക്കുക. അപ്പൊ ഇൽമുള്ള ആളുകൾ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിൽ തസബ്ബുത്തില്ലാതെ, അതിൽ ഉറപ്പില്ലാതെ, അതിൽ ആ കാര്യം ശരിയായി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവഗാഹമില്ലാതെ അവർ അബദ്ധങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ ഈ ആലിമിന്റെ ഫത്വ കൊണ്ട് അമൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും? ആ അമൽ ചെയ്തിട്ട് ഈ ഇസ്ലാം നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു ആലിമിന് അബദ്ധം സംഭവിച്ചാൽ സാധാരണക്കാരന് അബദ്ധം സംഭവിക്കുന്നത് പോലെയല്ല. ഒരു ആലിമിന് അബദ്ധം സംഭവിച്ചാൽ ആളുകൾ അവരുടെ ദീനിനെ തെറ്റിച്ചു പോകാൻ, ചിലപ്പോ ഹറാമായിട്ടുള്ളൊരു കാര്യം ഒരു ആലിം ഹലാലായി പറഞ്ഞു കൊടുക്കും, ഹലാലായ ഒരു കാര്യം ഹറാമായി പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല രീതിയിൽ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ദീന് തന്നെ നശിച്ചു പോകുന്ന, ഇസ്ലാം മൊത്തത്തിൽ തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഉലമാക്കൾക്ക് സംഭവിക്കുന്ന അബദ്ധം. അതുകൊണ്ട് തന്നെ അറിവുള്ളവർ, പണ്ഡിതന്മാർ അവർ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി പറയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ പറ്റി താബിഈങ്ങൾ പറയുന്നത് കാണാം. മസ്ജിദിൽ എത്തിക്കഴിഞ്ഞാൽ സഹാബികൾ ഉണ്ട് എങ്കിൽ അതിൽ ഒരു കാര്യം ചോദിച്ചാൽ അവർ മറ്റേ ആളിലേക്ക് അത് വിടുമായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേറൊരാളുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാൽ മതി എന്ന് പറയും. ഇപ്പൊ 5 സഹാബികൾ ഉണ്ടെങ്കിൽ ഒരു സഹാബിയുടെ ഒരു കാര്യം ചോദിച്ചാൽ വേറെ ആളോട് ചോദിക്കും. ലാ ബുദ്ധ്, അഥവാ ഞാൻ പറഞ്ഞേ മതിയാകൂ എന്ന് വരുന്ന സന്ദർഭത്തിൽ മാത്രമേ സഹാബികൾ എന്ത് പറയാറുള്ളൂ? ഫത്വ നൽകാൻ മുതിരാറുള്ളൂ എന്നുള്ളത് കാണാം. ചില ഈ ഇബ്നു റജബ് അൽ ഹംബലിയുടെ തന്നെ ഒരു ഹദീസിനെ വിശദീകരിക്കുന്ന ഒരു കിതാബുണ്ട്. ഹദീസിന്റെ തുടക്കം മാ ജാഅനി എന്ന് തുടങ്ങുന്ന 2 ചെന്നായ്ക്കൾ ആടിന്റെ മേലെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഫസാദാണ് നേതൃത്വത്തിനോടും സമ്പത്തിനോടൊക്കെയുള്ള ഇഷ്ടം, പദവിയോടും സമ്പത്തിനോടുള്ള ഇഷ്ടം ഒരാളുടെ ദീനിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ഹദീസുണ്ട്. ആ ഹദീസിനെ വിശദീകരിക്കുന്ന കിതാബിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നുണ്ട്, അന്ന് കാലത്ത് മുൻഗാമികൾ സഹാബികളും താബിയങ്ങളും എല്ലാം അവരോടൊരു ഫത്വ ചോദിച്ചാൽ അവരാ ചോദിക്കപ്പെട്ടവന് വഴി കാണിച്ചു കൊടുക്കാനല്ല, അവന് എളുപ്പമായി കൊടുക്കാനല്ല നോക്കുക, സ്വന്തം തടി രക്ഷപ്പെടുത്താനാണ് നോക്കാറുണ്ടായിരുന്നത്. അഥവാ അവനൊരു കാര്യം ചോദിച്ചു, അത് പറഞ്ഞു കൊടുത്തിട്ട് അവനത് തുറവി കൊടുക്കണം എന്നല്ല, ഞാൻ എന്താവരുത്, എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ട് പ്രശ്നത്തിൽ പെടരുത് എന്നതിലേക്ക് സ്വന്തം തടി രക്ഷിക്കാനാണ് അവർ പ്രധാനമായി നോക്കാറുണ്ടായിരുന്നത്. ഉറപ്പുള്ള കാര്യങ്ങളെ അവർ പറയാറുള്ളൂ എന്നുള്ളത്. അപ്പോ ഉലമാക്കളുടെ അബദ്ധം ദീനിനെ നശിപ്പിക്കും, ഇസ്ലാമിനെ നശിപ്പിക്കും. രണ്ടാമത്തേത് പറഞ്ഞു വജിദാലുൽ മുനാഫിഖി ബിൽ കിതാബ്. മുനാഫിഖ് തർക്കിക്കുകയാണ് ഖുർആൻ കൊണ്ടും അതുപോലെയുള്ള ഹദീസുകൾ കൊണ്ടെല്ലാം. ഒരു മുനാഫിഖ് തർക്കിച്ചു കഴിഞ്ഞാൽ, തർക്കിക്കുന്ന ആ നിരത്തിലുള്ള ഒരുവൻ അവൻ ഇസ്ലാമിനെ നശിപ്പിക്കും. ഇത് വളരെ വലിയ അപകടവും ഇന്ന് ധാരാളം കാണുന്ന ഒരു കാര്യവുമാണ്. ഇതിലെന്താണ് പറഞ്ഞത്? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉള്ളിൽ കുഫറായിരിക്കും, ഉള്ളിൽ കപടതയായിരിക്കും, കദിബായിരിക്കും. പച്ചയായ കുഫറുള്ളവരുണ്ടാകും, കദിബുള്ളവരുണ്ടാകും. പുറത്ത് ഇസ്ലാം കാണിക്കും, അവർക്ക് ചിലപ്പോൾ ഖുർആൻ ഹിഫ്ള് ഉണ്ടാകും, അല്ലെങ്കിൽ ഖുർആൻ ഓതി അവർ ആളുകളെ ഉപദേശിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഹദീസുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും, കിതാബുകൾ വായിക്കുന്നുണ്ടാകും. പക്ഷേ അവർക്കാകെ ഇൽമുൽ ലിസാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇൽമിനെ പണ്ഡിതന്മാർ 2 തരത്തിൽ പറയാറുണ്ട്. പ്രധാനമായിട്ടും ഇൽമുൽ ലിസാൻ, ഇൽമുൽ ഖൽബ്. ഇൽമുൽ ലിസാൻ, ഇൽമുൽ ഖൽബ്. ഇൽമുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നിടത്ത് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അത് അവരുടെ ജീവിതത്തിൽ പകർത്താനോ അല്ലെങ്കിൽ അതിന്റെ ആശയത്തെ ഉൾക്കൊള്ളാനോ അതിൽ സിദ്ഖോ ഉണ്ടാവുകയില്ല. ഇൽമുൽ ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ സത്യസന്ധമായിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പറയുന്നവരാണ് ഇൽമുൽ ഖൽബ് ഉള്ളവർ. അതാണ് യഥാർത്ഥ ഉലമാക്കൾ. അപ്പോ മുനാഫിഖീങ്ങൾ അവർക്ക് ഇൽമുണ്ടാവും, ഇൽമുൽ ലിസാൻ ഉണ്ടാകും. അവർ ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യും, അത് ഓതും, ഹദീസുകൾ പറയും, കിതാബുകൾ വായിക്കും, ധാരാളം കിതാബുകൾ ഉണ്ടാകും, ഒക്കെ ചെയ്യും. പക്ഷേ അവർ പറയുന്നത് അവരുടെ നിഫാഖിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾ, ഇങ്ങനെ മുനാഫിഖായിട്ടുള്ള ഒരാൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആളുകളുടെ മുമ്പിൽ തർക്കിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആളുകളുടെ മുമ്പിൽ അതിനെ പറ്റി സംസാരിക്കുകയാണ്. അവർ ഖുതുബ നിർവഹിക്കുന്നവരുണ്ടാകും, അവർ മുഹാദറകൾ സംഘടിപ്പിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജിദാലുകൾ, തർക്കങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാം നശിക്കും. ഇതൊന്ന് വാഹിറായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ചില ആളുകൾ അവരുടെ ഫിത്ന കേട്ട്, അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇൽമിൽ ഉന്നതമായ അവസ്ഥയിലുള്ളതാണെന്ന് തോന്നും. പക്ഷെ അവർ പറയുന്നതോ പച്ചയായ ശിർക്കും കുഫ്റായിരിക്കും, അല്ലെങ്കിൽ ഹദീസ് നിഷേധമായിരിക്കും, അല്ലെങ്കിൽ സലഫിയത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്ന പിഴച്ച വിശ്വാസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ശുബ്ഹത്തുകൾ ഇട്ടുകൊണ്ടേയിരിക്കും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളിലേക്ക്. ഇങ്ങനെയുള്ള ആളുകൾ, കദിബുള്ള, ഉള്ളിൽ കളവുള്ള ആളുകൾ ഈ കിതാബ് കൊണ്ട് ദീന് സംസാരിക്കാൻ തുടങ്ങിയാൽ എന്താകും? ഇസ്ലാം നശിച്ചു പോകും. മൂന്നാമത്തെ കാര്യം വഹുക്മുൽ അഇമ്മത്തിൽ മുദല്ലീൻ. ഇവിടെ അഇമ്മത്ത് ഉദ്ദേശിച്ചത് ഭരണാധികാരികൾ,
അക്രമികളായിട്ടുള്ള ഭരണാധികാരികൾ, അവർ നടപ്പിലാക്കുന്ന വഴികേടിലായിട്ടുള്ള ഭരണാധികാരികൾ, അവർ നടപ്പിലാക്കുന്ന വിധികൾ, അവരുടെ നാട്ടിൽ അവർ നടപ്പിലാക്കുന്ന വിധികൾ കാരണത്താൽ ഇസ്ലാം നശിച്ചു പോകുന്നതാണ്. അവർ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഭരണത്തിന് കീഴിലുള്ള ആളുകൾക്കിടയിൽ പിഴച്ച വിധി കൽപ്പിക്കുമ്പോൾ അതും ഇസ്ലാമിനെ നശിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇത് പലതും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അടുത്ത ഹദീസ് വൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബു സിറായിട്ടുള്ള ഫിത്നയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പല ഹദീസുകളും അസറുകളും എല്ലാം വന്നിട്ടുള്ള സഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. എന്ത് ഇബാദത്താവട്ടെ അല്ലെങ്കിൽ ഇബാദത്തായ നിലക്ക് പരിഗണിക്കുന്ന ഏതൊരു കാര്യമാകട്ടെ, ലാ യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ, ആ ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ, ഫലാ തഅബ്ബദൂഹാ, നിങ്ങളും എന്ത് ചെയ്യരുത്, ആ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ നിൽക്കരുത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു കൃത്യമാണ് ആ വാക്ക്, എന്തൊരു വ്യക്തതയാണ് ഈ ഒരു വാക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പറഞ്ഞത്, ഏതൊരു കാര്യത്തിനും ഏതൊരു പിഴച്ചവാദത്തിനും നമുക്കുള്ള മറുപടി സഹാബികളിൽ അതുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സഹാബികൾ അത് ചെയ്തിട്ടുണ്ടോ? ഇബാദത്തായിക്കൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ അതാ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ചില ആളുകൾ ചില ശിർക്കും ബിദഅത്തും പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർ പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്നതാണ്. ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ബൈക്ക് ഓടിക്കുന്നുണ്ടല്ലോ, കാർ ഓടിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ സഹാബികൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നോക്ക്, ലാ തഅബ്ബദുഹാ കുല്ലു ഇബാദത്തിൻ ലാ തഅബ്ബദുഹാ, ഇബാദത്തായിട്ടുള്ള ഇബാദത്തുകൾ അത് സഹാബികൾ ചെയ്യാത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്. അല്ലെങ്കിൽ അവർ പറയട്ടെ, നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെയാണ് അവര് മൗലൂദ് ഓതുന്നത്, അല്ലെങ്കിൽ അവര് ജാറത്ത് പോകുന്നത്, അവര് നബിദിനം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നത് പോലെ ഒരു കാര്യമായിട്ടാണ് അവർ ചെയ്യുന്നുള്ളൂ. ബൈക്ക് ഓടിക്കുന്നതുകൊണ്ട് കൂലിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ കുറെ ബൈക്ക് ഓടിച്ച് കുറെ കൂലി കിട്ടുമെന്ന് ആരും വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് പറയട്ടെ? ഇല്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വെറും നേരത്തെ പറഞ്ഞ പോലെ ജിദാലുൽ മുനാഫിഖി ബിൽ കിതാബ് എന്ന് പറഞ്ഞ പോലെ മുനാഫിഖിന്റെ തർക്കം മാത്രമാണ്. ഫൈനൽ അവ്വല ലം യദഅ ലിൽ ആഖിരി മഖാലൻ, എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈനൽ അവ്വല ഉദ്ദേശിച്ച സഹാബികൾ ആദ്യക്കാർ, ലം യദഅ ലിൽ ആഖിരി അവസാനക്കാരിലേക്ക് വിട്ടേച്ചിട്ടില്ല, അഥവാ നമ്മെ പോലുള്ള പിന്നിൽ വരുന്ന സമൂഹത്തിലേക്ക് വിട്ടേച്ചിട്ടില്ല, മഖാലൻ ഒരു അഭിപ്രായത്തിനോ ഒരു വാക്കിനോ ഒരു അവസ്ഥ വിട്ടേച്ചിട്ടില്ല. അഥവാ പ്രത്യേകമായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാനോ പറയാനോ എന്തെങ്കിലും ഇന്നത് ഉണ്ടാക്കാനോ ഒന്നിനുള്ള ഒരു അവസ്ഥ ആരും വിട്ടേച്ചിട്ടില്ല, സഹാബികൾ വിട്ടേച്ചിട്ടില്ല. അതായത് അവർ ചെയ്തതുപോലെ അവസാനക്കാരും ചെയ്താൽ മതി, ആദ്യക്കാർ ചെയ്തതുപോലെ അവസാനക്കാരും ചെയ്താൽ മതി. ലൗകാന ഖൈറൻ, അത് ഖൈറായ ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഏതൊരു കാര്യമാവട്ടെ, ലസബഖൂന ഇലൈഹി, അവർ നമ്മളെ മുൻകടക്കുമായിരുന്നു. ഒരു കാര്യം ഖൈറാണ് എങ്കിൽ സഹാബികൾ നമ്മെ മുൻകടക്കുമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഖൈറല്ല. അതുകൊണ്ട് തന്നെ ഒരു വാക്കിനുള്ള ചാൻസും അവർ വിട്ടേച്ചിട്ടില്ല. ഫത്തഖുല്ലാഹ യാ മഅശറൽ ഖുറാ, എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ മഅശറൽ ഖുറാ, ഇവിടെ മഅശറൽ ഖുറാ എന്നുള്ള പദം, ഈ ഖുറാ എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ എന്നുള്ള തരത്തിലും, മൊത്തത്തിൽ പൊതുവെ ഇൽമുള്ള ആളുകൾ എന്ന നിലത്തിലും, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലത്തിലും പൊതുവായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. യാ മഅശറൽ ഖുറാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് മൊത്തത്തിൽ മുസ്ലിമീങ്ങളോടാണ്. വഖുദൂ ത്വരീഖ മൻ കാന ഖബ്ലകും, റവാഹു അബൂ ദാവൂദ്. നിങ്ങൾ സ്വീകരിക്കുക, എടുക്കുക, മുറുകെ പിടിക്കുക, ത്വരീഖ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവരുടെ പാത. എന്താണ്? സഹാബികളുടെ പാതയെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്. അഥവാ എന്ത് ഫിത്ന ആവട്ടെ, എന്ത് കുഴപ്പങ്ങളാവട്ടെ, ശുബ്ഹത്തുകളാവട്ടെ, ശഹവത്തുകളാവട്ടെ, രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം സലഫി മനഹജാണ്, മനഹജുസ് സലഫാൻ, സഹാബികളുടെ പാതയാണ്. വല്ലാഹി അതങ്ങനെയാണ്. നമ്മൾ ശുബ്ഹത്തുകൾ മാത്രമല്ല, എന്ത് തെറ്റാവട്ടെ, എന്ത് പാപമാവട്ടെ, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം മനഹജുസ് സലഫാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ചിലപ്പോ കള്ളൂടി ചേർക്കുന്ന ഒരാള്, അവൻ ചിലപ്പോ തൗഹീദും സലഫി മനഹജും തിരിയുമ്പോ അവൻ ആ കള്ളൂടി നിർത്തും. എന്താണ് കാരണം? മനഹജുസ് സലഫാണ്. നമ്മൾ കാണുന്നുണ്ട്, ധാരാളം ആളുകളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ലഹരിയോ അല്ലെങ്കിൽ വ്യഭിചരിച്ച് ഇറക്കുന്ന ഒരാൾ
അയാൾ ചിലപ്പോൾ ഷിർക്കിന്റെയും അതുപോലെ തന്നെ ഖുറാഫാത്തിന്റെയും മൻഹജ് സലഫിന്റെയും പുറത്തുള്ള ഒരാളായിരിക്കും. പക്ഷേ സൽഫി മൻഹജ് തിരിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവാണ് എന്ത്, ഞാൻ അത് ചെയ്യാൻ പാടില്ല. ഷഹ്വാനിയായ പാപങ്ങൾ പോലും ഒഴിവാക്കാനുള്ള മാർഗം മൻഹജ് സലഫാണ്. ഏത് തരത്തിലും ഒരു മനുഷ്യൻ നന്നാവാനുള്ള മാർഗം മൻഹജ് സലഫാണ്. അതിന്റെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദും സുന്നത്തും അതാണ് മൻഹജ് സലഫിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഉസൂലുകൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതൊരു ഖൈറും ഈ സഹാബികളുടെ പാത പിൻപറ്റുന്നിടത്തെ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് വൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഇതേ ആശയത്തിലുള്ള വളരെ വളരെ അധികം പ്രശസ്തമായ മൻഹജിന്റെ കിതാബുകളെല്ലാം പണ്ഡിതന്മാർ കൊടുക്കാറുള്ള ഒരു അസറാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, ആരെങ്കിലും മാതൃകയാക്കി പിൻപറ്റുന്ന അവസ്ഥയിൽ മാതൃകയാക്കുന്നുണ്ട് എങ്കിൽ അവൻ മരണപ്പെട്ടവരെ മാതൃകയാകട്ടെ. മരണപ്പെട്ടവരെന്ന് ഉദ്ദേശിക്കുന്നത് സഹാബികളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന് ഇബ്നു മസ്ഊദിന്റെ ശിഷ്യന്മാരോട് മരണപ്പെട്ടവരെന്ന് പറയുമ്പോൾ ആരാണ്? സഹാബികളെ മാതൃകയാകട്ടെ. അപ്പൊ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സഹാബികളെ പിൻപറ്റട്ടെ. ഫൈനൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്നതു, ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെന്തിൽ നിന്ന് സുരക്ഷിതരല്ല? ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല. അള്ളാഹു നമ്മെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ഇന്ന് ദീനിയായി ജീവിക്കുന്ന നല്ല നിലക്ക് നിൽക്കുന്ന ഒരാൾ നാളെ എന്താകാം? പിഴച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ വഴികേടിലാകുന്ന അവസ്ഥയുണ്ടാകാം. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആള് നാളെ എന്താവും അറിയില്ല. അതുകൊണ്ട് തന്നെ മാതൃകയാക്കുമ്പോൾ ഏറ്റവും ഹൈർ ഏതാണ്? മരണപ്പെട്ടവരാണ്. അവരിനി എന്തില്ല? അവരിനി പഴച്ചു പോകാനില്ല, അവർക്കിനി വഴികേട് വരാനില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരെ പിൻപറ്റട്ടെ. ജീവിച്ചിരിക്കുന്നവർ പിഴച്ചു പോകുമോ ഇല്ലയോ എന്ന് അറിയില്ല, ഫിത്നയിൽ നിന്ന് സുരക്ഷിതരല്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖദ് മാത എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ആളുകൾ, അഥവാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള ആളുകളിൽ നീ വരാൻ പോകുന്ന ആളുകളിൽ എല്ലാം ഏറ്റവും അഫ്ളലായിട്ടുള്ളവർ. അബർറഹ ഖുലൂബൻ, ഏറ്റവും പുണ്യം നിറഞ്ഞ കൽബുണ്ടായിരുന്നവർ, വക്രതയില്ലാതെ കളങ്കമില്ലാതെ കദിബില്ലാതെ സിദ്ഖും ഇഖ്ലാസുമോടുകൂടി നിറഞ്ഞ കൽബുള്ളവർ. വഅമഖഹ ഇൽമൻ, ഏറ്റവും ആഴത്തിൽ, അമഖ് എന്ന് പറഞ്ഞാൽ അമീഖ്, ഏറ്റവും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നവർ. വഅഖല്ലഹ തകല്ലുഫൻ, കൃത്രിമത്വം അല്ലെങ്കിൽ വക്രത അല്ലെങ്കിൽ കാണിച്ചു കൂട്ടാൻ വേണ്ടി ഉള്ള തകല്ലുഫില്ലാത്ത ആളുകൾ, അത് ഏറ്റവും കുറഞ്ഞ ആളുകൾ, അതില്ലാതിരുന്ന ആളുകൾ അവരായിരുന്നു. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാകാൻ വേണ്ടി. ചില അസറുകളിൽ കാണാം അല്ലാഹു തആല റൂഹുകളിലേക്ക് നോക്കി അതിൽ ഏറ്റവും പുണ്യം നിറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്ന് കണ്ടെത്തി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം നിൽക്കാൻ പിന്നീടുള്ളതിൽ നോക്കി ഏറ്റവും നല്ല ആളുകളെ തെരഞ്ഞെടുത്തു എന്ന്. അപ്പോൾ അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തതാണ് അവരെ. വലി ഇഖാമത്തി ദീനിഹി, അതുപോലെ തന്നെ ഈ ദീനിനെ നിലനിർത്താൻ വേണ്ടി, അതിനുവേണ്ടി പോരാടാൻ, സ്വന്തം നാടും കുടുംബവും വീടും സമ്പത്തും കച്ചവടവും എല്ലാം ഒഴിവാക്കി ഹിജ്റ പോവാൻ, സ്വന്തം ജീവൻ ത്യജിച്ച് ജിഹാദ് ചെയ്യാൻ, അതുപോലെ തന്നെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, ദഅവത്ത് ചെയ്യാൻ. സഹാബികളെ കണ്ടറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾ വ്യത്യസ്ത നാട്ടിലേക്ക് പോയി. അബൂ ദർദ ദമസ്കസിലേക്ക് പോയി, ഇബ്നു മസ്ഊദ് കൂഫയിലേക്ക് പോയി. അതുപോലെ ഓരോ സഹാബികൾ വ്യത്യസ്ത നാടുകൾ, ചിലർ മിസ്രിലേക്ക് പോയി, ചിലർ വ്യത്യസ്ത നാടുകളിലേക്ക് അവർ യാത്ര ചെയ്തു പോയിട്ടുണ്ട്. നമുക്ക് പരിശോധിച്ചറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിൽ, അവസാനത്തെ ഹജ്ജിൽ മദീനയിൽ നിന്ന് മാത്രം 1,00,000 മുകളിൽ ആളുകളുണ്ട്. അല്ലാതെ വേറെ നാടുകളിൽ നിന്നും മറ്റുമെല്ലാമായിട്ട് വേറെയും 1,00,000 ആളുകൾ എന്തുണ്ട്? അവിടെ ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുന്ന് 2,00,000 ആളുകൾ സഹാബികൾ അവിടെ ഉണ്ടായിട്ട് മക്കയിലും മദീനയിലും കൂടി 10,000-ഓ 20,000-ത്തിന്റെ ഉള്ളിൽ മാത്രം ഖബറുകളെ സഹാബികളുടെ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഖബറുകൾ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള വേറെ സ്ഥലങ്ങളിലാണ് അവർ പോയിട്ടുള്ളത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ദീൻ എത്തിച്ചു കൊടുക്കാൻ, ഈ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പൊ പറഞ്ഞ ഈ ദീനിനെ ഉറപ്പിക്കാൻ. ഫഅരിഫു ലഹും ഫദ്ലഹും, അവരുടെ സ്ഥാനം നിങ്ങൾ അവർക്ക് നൽകണം. അത് വില കുറച്ച് കാണരുത്. അവരുടെ സ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കണം, അത് അവർക്ക് നൽകണം, അതിനെ കുറച്ച് കാണരുത്. വത്തബഊഹും അലാ അസരിഹിം, അവരുടെ പാതയിലൂടെ അവരെ നിങ്ങൾ പിൻപറ്റണം. അവർ പോയ പാത എന്താണോ അത് നിങ്ങൾ പിൻപറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസത്തിൽ, കർമ്മത്തിൽ, സംസ്കാരത്തിൽ, ഈ 3 പിൻപറ്റുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ
സലഫിയാകുന്നത്, ഒരാൾ യഥാർത്ഥത്തിൽ സഹാബികളെ പിൻപറ്റിയനാകുന്നത്. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം, വതമസ്സകൂ നിങ്ങൾ മുറുകെ പിടിക്കുക, ബിമസ്തതഅതും നിങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കുക, മിൻ അഖ്ലാഖിഹിം ഇതാ അവരുടെ സ്വഭാവം, വസിയരിഹിം അവരുടെ ജീവിതചര്യ, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് കഴിയുന്നതിന്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മുറുകെ പിടിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, കാരണം അവരായിരുന്നു നേരായ പാതയിലായിരുന്നു, അവർ ഏറ്റവും നേരായ പാതയിലായിരുന്നു അസ്വഹാബികൾ ഉണ്ടായിരുന്നത് എന്ന് വിശദീകരണം ആവശ്യമില്ലാത്ത വിധം കൃത്യമായിട്ടുള്ള വാക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിലും എന്തൊരു ദീനിന്റെ സംശയം ഉണ്ടാക്കുന്ന വിഷയം വന്നാലും, അതായത് ദീനിൽ എന്ത് സംശയം ഉണ്ടാക്കുന്ന വിഷയം വന്നാലും നമുക്ക് ഒറ്റ മടക്കം അത് സ്വഹാബികളിലേക്ക്. സഹാബികൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത്? ഈ സഹാബികൾക്കിടയിൽ രണ്ടഭിപ്രായമുള്ള വിഷയമാണെങ്കിൽ അത് വിശാലത നൽകുന്ന കാര്യങ്ങളായിരിക്കും. അശ്ലീയായ വിഷയത്തിലൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. അതല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കണമെന്നുള്ള വിഷയത്തിൽ ഒരു സഹാബികളുടെ ഇടയിൽ എന്തില്ല, ഖിലാഫില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നെ അതുപോലെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ, അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു എതിർപ്പില്ലാത്ത, രണ്ടഭിപ്രായമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഫിഖിയായിട്ടുള്ള മസായിലുകളിലും ശാഖാപരമായിട്ടുള്ള അഖീദ വിഷയങ്ങളിലും ചില വ്യത്യാസങ്ങൾ കാണാം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് പലതും നമുക്ക് ജമഅ ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളാണ്. അത് ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ? ചില സഹാബികൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ആശയത്തിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്നുള്ള ആശയത്തിൽ വന്നിട്ടുണ്ട്. ആ രണ്ടും ജമഅ ചെയ്തിട്ട് പറഞ്ഞു കാണാം. അവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൽബ് കൊണ്ടുള്ള കാഴ്ചയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ജമഅ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന മേഖലയിലെ സഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ബാബിലെ അവസാനത്തെ ഒരു ഹദീസാണ്, അതുകൂടി വായിക്കാം. وعن عمرو بن شعيب عن أبيه عن جده قال سمع النبي صلى الله عليه وسلم قوما يتدارؤون في القرآن. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായി ഖൗമൻ ഒരു കൂട്ടരെ, യതദാറഊന ഫിൽ ഖുർആൻ. യതദാറഅ എന്ന് പറഞ്ഞാൽ യദ്ഫഊന, അഥവാ ഖുർആനിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പ്രതിരോധിക്കുന്ന ആളുകളെ കണ്ടു. അഥവാ ഖുർആന്റെ ഒരു ആയത്തിനെ എടുത്തിട്ട് മറ്റൊരായത്തിനെ വേറൊരായത്ത് പറയും, അപ്പൊ ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ആയത്തുകൾ പരസ്പരം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന, സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു. വേറെ റിവായത്തിൽ രണ്ടാളുകളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഒരു സംഭവത്തിൽ കാണാം, ഒരു യാത്രയിലോ മറ്റോ ഒരു ടെന്റിൽ വെച്ച് രണ്ടാളുകൾ ഖുർആന്റെ ഒരായത്ത് എടുക്കും. ഈ ആയത്ത് വെച്ചിട്ട് പറയും അതിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, മറ്റേ ആയത്ത് പറയും അതേ ഒരു വിഷയത്തിൽ വേറെ ആയത്തായിരിക്കും, ആ ആയത്ത് വെച്ചിട്ട് പറയും ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് നിലക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കേട്ടു. ഈ ഖുർആനെ ഈ തരത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, മുഹ്കമായ ആയത്തുകളുണ്ട്, മുതശാബിഹായ ആയത്തുകളുണ്ട്. ഈ തരത്തിൽ ഈ ആയത്തുകളെ വെച്ച് സംസാരിക്കുന്ന ആളുകൾ രണ്ടു കൂട്ടരുണ്ടാവുക. ഒന്നാമത്തെ കൂട്ടർ അഹ്ലു സൈഗ്, വഴികേട് ഉദ്ദേശിക്കുന്ന ആളുകൾ. നമ്മൾ ആ ബാബിൽ പറഞ്ഞതുപോലെ സൈഗ് ഉദ്ദേശിച്ചുകൊണ്ട് ആളുകളെ പഴപ്പിക്കണം, ആളുകൾക്ക് സംശയം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഈ മുത്തശാബിഹായ ആയത്തുകളെ, വ്യാഖ്യാന സാധ്യതയുള്ള ആയത്തുകളെ പറഞ്ഞുകൊണ്ട് ദലാലത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ ആളുകൾ അഹ്ലുൽ ജഹൽ, ജഹലിന്റെ ആളുകൾ. അവർ സൈഗൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, ഖുർആൻ കൊണ്ട് ആളുകളെ പഴപ്പിക്കണം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ടാവില്ല, ഖുർആൻ ആ ആശയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അറിവുണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യും, ആ അറിവില്ലാതെ എന്ത് ചെയ്യും, അതിനെപ്പറ്റി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത്തെ കൂട്ടർ ചെയ്യുന്നത് കുഫറാണ്, രണ്ടാമത്തെ കൂട്ടർ ദലാലത്തുമാണ്, വഴികേടുമാണ്. ഒന്നാമത്തെ ആളുകൾ കുഫർ ഉദ്ദേശം കൊണ്ടാണ് ചെയ്യുന്നത്, മുനാഫിക്കുകളുടെ പണിയാണ്. രണ്ടാമത്തെ ആളുകൾ ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ രണ്ടാളുകൾ ഇങ്ങനെ ഖുർആൻ അങ്ങോട്ട് ഈ ആയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ ആയത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ ഒന്ന് മുത്തലക്കൊന്ന് മുക്കയ്യതായിരിക്കും, ഒന്ന് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തായിരിക്കും, ഒരു അറിയുണ്ടാവില്ല, ഇതിലിങ്ങനെ ഉണ്ടല്ലോ, ഇതിങ്ങനെയാണല്ലോ, അവരങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെന്റിലേക്ക് തലയിലൊന്നുമില്ലാതെ, അഥവാ സാധാരണ ഇമാം ഉണ്ടാകും, ഇമാമൊന്നും ഇല്ലാതെ പെട്ടെന്ന് കണ്ട് മുഖം ചുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെന്റിലേക്ക് വന്നു ഈ സംസാരം കേട്ടിട്ട്. ഇവിടെ അങ്ങനെ സംസാരം ഉണ്ടായി. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിഹാദാ, ഇങ്ങനെയുള്ള ഈ ഖുർആൻ കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പുള്ളവർ നശിച്ചത്. ഖുർആൻ കൊണ്ട് പല രീതിയിൽ തർക്കം ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആയത്തുകൾ ഉണ്ടാവും, ഖിറാഅത്തുകൾ കൊണ്ട് തർക്കങ്ങൾ ഉണ്ടാവും. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ 7 ഹർഫുകളിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്.
ഖുർആൻ ഒരു ഹർഫിൽ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇതിന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വ്യത്യസ്ത ഗോത്രങ്ങളിൽ ചില പദങ്ങൾ ഉപയോഗിക്കുന്നതും ചില പദങ്ങളുടെ ഉച്ചാരണ രീതിയും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോ അല്ലെങ്കിൽ ഓരോ പദങ്ങൾ നീട്ടുന്നതും എല്ലാം തജ്വീദിന്റെ നിയമങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഉമ്മത്തിന് ഖുർആൻ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഈ ആളുകൾക്ക് 7 ഗോത്രങ്ങൾ അന്നുണ്ടായിരുന്നു, ഇവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല 7 അഹ്റഫുകളിലാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. 7 അഹ്റഫുകൾ അഥവാ ഒരു വാക്ക് തന്നെ ചിലപ്പോ ഒരു സ്റ്റൈൽ എന്നുള്ളത് 7 വ്യത്യസ്ത രീതിയിൽ ഒരു വാക്ക് വരാം. ഒരു വാക്ക് തന്നെ ഒരു ആയത്തിൽ ഭാഗം തന്നെ 7 വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ടാകും. അതിന്റെ ഉച്ചാരണ വ്യത്യാസം ഉണ്ടാകാം, ചില വാക്കുകൾ മാത്രം വ്യത്യാസം ഉണ്ടാകാം, ആ നിലക്കുള്ള വ്യത്യാസങ്ങൾ. ആ 7 പിന്നെ ആ 7 അഹ്റഫുകളെ 10 ഖിറാഅത്തുകളായിട്ട് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ 10 ഖിറാഅത്തുകളാണുള്ളത്. 7 അഹ്റഫുകളും 10 ഖിറാഅത്തുകളുമാണ് ഖുർആനിലുള്ളത്. ആ 10 ഖിറാഅത്തുകൾ ഓരോ ഖിറാഅത്തിനും 2 റിവായത്തുകളായിക്കൊണ്ട് 20 റിവായത്തിലായിക്കൊണ്ട് ഖിറാഅത്തുകളുണ്ട്, ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അന്ന് തന്നെ ഈ വ്യത്യസ്ത ഗോത്രത്തിൽ ഈ വ്യത്യസ്ത പാരായണ രീതികളുണ്ടല്ലോ, ചെറിയ ചെറിയ വാക്കുകൾ വ്യത്യാസമുള്ളൂ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഖിറാഅത്താണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അവരുടെ ഖിറാഅത്താണ് ഏറ്റവും നല്ലത് എന്ന നിലക്ക് പരസ്പരം തർക്കങ്ങൾ നടക്കാറുണ്ട്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ ഖുർആൻ കൊണ്ട് ആളുകൾ തർക്കിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഖിറാഅത്തിന്റെ ചർച്ചകൾ വളരെ കുറവാണ്. കാരണം ലോകത്തെല്ലാവരും ഓരോ നാടുകളിൽ ഓരോ ഖിറാഅത്ത് മാത്രം പിൻപറ്റുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറവാണ്. പക്ഷെ ഈ 2 രീതിയിലും ഈ ചർച്ചകൾ അന്ന് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിഹാദാ, അവർക്ക് ഇറക്കപ്പെട്ട കിതാബ് കൊണ്ട് ഇതുപോലെ തർക്കിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടാണ് നിങ്ങൾ മുൻപുള്ളവർ നശിച്ചത്. ദറബു കിതാബല്ലാഹ് ബഅദഹു ബിബഅദിൻ, അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കിതാബിനെ ചിലത് കൊണ്ട് മറ്റേതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിച്ചു. അതായത് ഒന്ന് പറയുമ്പോൾ ഒന്നിനെതിരെ മറ്റേത് ഇടുക, അത് മറ്റേത് ഇടുക, അത് എങ്ങനെയാണല്ലോ അത് ഇങ്ങനെയാണല്ലോ. നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ മുഹ്കം മുത്തശാബിയും പറഞ്ഞ പോലെ തന്നെ ഒരായത്തിൽ ഇദ്ദയുടെ 1 വർഷം കണ്ടു, മറ്റൊരു ആയത്തിൽ ഇദ്ദയുടെ ഭർത്താവ് മരണപ്പെട്ടാൽ 4 മാസം 10 ദിവസവും കണ്ടു. അപ്പൊ ഒരാൾ പറയാം അത് കണ്ടില്ല, ഇത് ഇങ്ങനെയാണുള്ളത്, അതിന് ആശയം മനസ്സുഖാണ്, അയാൾക്ക് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഹിദായത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ ഒരായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കൂല, വേറെ ആയത്തിൽ നീ ഹിദായത്ത് കൊടുക്കുന്നുണ്ട് നേരായ മാർഗത്തിലേക്ക്. അപ്പൊ ഒരാൾ ഇത് ഓതുകയാണ്, ഒരാൾ മറ്റേ ആൾ ഓതുകയാണ്, ഇത് തർക്കിക്കാൻ തുടങ്ങിയാലോ? കാരണം 2 ഹിദായത്തിന്റെ അർത്ഥം 2 അപ്പൊ അറിവില്ലാത്ത ആളുകൾ ജഹല് കൊണ്ട് ഖുർആൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, അവർക്ക് ഇറങ്ങിയ കിതാബ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. അങ്ങനെയാണ് മുൻഗാമികൾ നശിച്ചത്. വഇന്നമാ നുസ്സില കിതാബുല്ലാഹ്, എന്നാൽ ഖുർആൻ അള്ളാഹുവിന്റെ കിതാബ് അത് ഇറക്കപ്പെട്ടിട്ടുള്ളത് യുസദ്ദിഖു ബഅദുഹു ബഅദൻ, ഒന്നിനെ കൊണ്ട് മറ്റൊന്നിനെ സത്യപ്പെടുത്താനാണ്. അഥവാ ഖുർആനിൽ ഒരു ആയത്തിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റേതിൽ വേറൊന്നും അത് പരസ്പരം സത്യപ്പെടുത്താനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, അത് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. അത് പറഞ്ഞില്ലേ, അത് ഉസൂൽ തഫ്സീർ എന്നുള്ള ഫന്നിൽ ഖുർആനിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പഠിക്കാൻ പറ്റും. ഓരോ മേഖലയിലും എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന്. ഫലാ തുകദ്ദിബൂ ബഅദഹു ബിബഅദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഒന്നിനെ കൊണ്ട് മറ്റൊന്നിനെ കളവാക്കരുത്. അതായത് ഖുർആനിൽ ഒരു ആയത്ത് എടുത്തിട്ട് മറ്റേ ആയത്ത് കണ്ടില്ലേ, ഇതല്ല, ഇത് കളവാണ്, ഇതാണ് ശരി എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തർക്കിക്കരുത്. ഫമാ അലിംതും മിൻഹു ഫഖൂലു, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അഥവാ മുഹ്കമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാവും ഖുർആനിൽ, അത് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. വമാ ജഹിൽതും ഫകിലൂഹു ഇലാ ആലിമിഹി, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ അതിൽ അറിവുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. അതിൽ ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, മിണ്ടായിരിക്കുക. അതായത് ദീനിൽ അറിവില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? മിണ്ടാതിരിക്കുക, അറിയില്ല എന്ന് പറയാ. അത് നമ്മുടെ രക്ഷക്കാണ്. നമുക്ക് ദീന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. അത് ഉലമാക്കളോട് ചോദിക്കുക, ഇല്ല അറിവുള്ള ആളുകളോട് ചോദിക്കുക, അതിലേക്ക് മടക്കുക. ഇനി അങ്ങനെ ഉലമാക്കളും ഇല്ല ഒന്നുമില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹു ആലം എന്നുള്ള അതിന്റെ ഹഖീഖത്ത് അള്ളാഹുവിനാണ് അറിയുക എന്ന നിലക്ക് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. അല്ലാതെ അറിവില്ലാതെ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഖുർആനിന്റെ ഒന്നെടുത്ത് മറ്റൊരു ഭാഗത്തിനെ കളവാക്കാനോ തർക്കിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോ നമ്മൾ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുഹ്കമും മുത്തശാബിയും വിഷയത്തിൽ പറഞ്ഞതുപോലെ നാസിഖും മൻസൂഖായ ആയത്തുകൾ ഉണ്ടാവും, മുത്ലഖും മുഖയ്യദും ഉണ്ടാവും, മുജ്മലും മുബയ്യനും ഉണ്ടാകും. അങ്ങനെ ഉസൂൽ തഫ്സീറിൽ ഉപയോഗിക്കുന്ന തഫ്സീർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളും ചില ഇസ്തിലാഹാത്തുകളും ഉണ്ട്. അപ്പൊ അത് ഇന്ന ആയത്ത് ഇങ്ങനെയാണ്, ഇന്ന ആയത്ത് ഇങ്ങനെയാണെന്ന് അത് ഉലമാക്കൾ മനസ്സിലാക്കി പറയേണ്ട, പഠിപ്പിച്ചു തരേണ്ട കാര്യമാണ്. അതറിയാത്ത ആളുകൾ ഇന്ന ആയത്ത് ഇങ്ങനെയാണല്ലോ ഇതിങ്ങനെയാണല്ലോ വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വഴികേടിലേക്ക്
എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഖുർആനിൽ ധാരാളം, അതാണ് കൂടുതലും. എന്നാൽ മുത്തശാബിഹാത്തായിട്ടുള്ള വ്യാഖ്യാന സാധ്യതയുള്ളത് അറിവുള്ള ആളുകളിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഇത്രയുമാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബ് തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ടും അതിനെ തുടർന്നുള്ളതും തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ള ഹദീസുകളും ഖൗലുകളും വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ എടുക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.